നെയ്യും തിരികെയുമായിട്ട് അടിയും മുടിയും തൊട്ട് മതിലടിച്ചു. കൊള്ളാം, പന്തീരാണ്ടേ കാലം വെച്ച് പുറത്തോളാം എന്ന് കരുതിയിരിക്കുന്ന കാലനേരത്തെങ്കിൽ ആ പൈതങ്ങളുടേതായ അനുഭവത്തെങ്കിൽ ആ പരമശ്രേഷ്ഠനായിരിക്കുന്ന എൻ്റെ ഭക്തൻ എൻ്റെതായ പാലന്തായിക്കണ്ണൻ, ആ പാലന്തായിക്കണ്ണനെ നിദ്രയിൽ സ്വപ്നത്തെ കാട്ടിക്കൊടുത്തു. കൊടയും ചിരികയുമായിട്ട് ഒത്തുകണ്ട് പുറപ്പെട്ടോ നീ മതിച്ചിരിക്കുന്ന അൻപത്ത് നൂല് കൊണ്ട് പാലമിട്ട് കൈതാങ്ങിക്കൂടാതെ കടന്ന് കരകയറി അള്ളടസ്വരവും മുൻഭേദമായിട്ട് ആധാരമായിട്ട് നേരെ കണ്ടെത്തുമ്പോൾ കന്നീരാഴ്ച ആധാരമായിട്ട് ചെന്ന് കയറിത്തിരിക്കുന്ന പരമാർത്ഥം അവിടെ നിന്നും അനുഭവത്തെങ്കിൽ വന്നു. ഇരിക്കട്ടെ, നീലേശ്വരമാണ് ഇടകണ്ടൻ എൻ്റെ തമിഴപ്പൻ്റെതായ ഓമേശ്വരമായിട്ട് മുൻഭേദമായിട്ട് എൻ്റെ കൊച്ചുവായിരിക്കുന്ന കണ്ണിനെ വ്യക്തി ഗ്രഹത്തെ ചെയ്തിരിക്കുന്നതായ അനുഭവത്തെ കുറിച്ചു പറയണം. നിരന്തരിക്കുന്ന പ്രദേവതയുടെ ശക്തിയായ ഒന്ന് കാട്ടിപ്പോരണം. ആ പശുവായിരിക്കുന്ന പങ്കാളിയെ കണ്ണിനെ വെട്ടി ഗ്രഹത്തെ ചെയ്തിരിക്കുന്ന വാളും കയ്യിൽ സൂക്ഷിച്ചു പോരണമെന്ന് യഥാവ് കൊണ്ട് കരുതി പരമാർത്ഥം. ഇരിക്കട്ടെ, കാറ്റവും കൊറ്റവും കഴിച്ചിട്ടാതിനെ കൊട്ടയുള്ളവർക്ക് പുറത്തുള്ള വൃദ്ധിയെ പടക്കി കൊണ്ടുപിടിച്ച സാധനം ഞാനും പടിഞ്ഞിൽ അനുഭവിച്ചിരിക്കുന്ന പരമാർത്ഥം. പക്കരം പടക്കരം അറുവരും അനന്തവരം കൂടിക്കഴിയുന്ന സ്ഥലം എരിഞ്ഞ മണ്ണിൽ അങ്ങാടിക്കോട്ടത്തിന് മുൻപമായിട്ട് ശ്രീവൈകുണ്ഠത്തിന്റെ കുറിച്ചിരിക്കാം. കഴിഞ്ഞു 8-ാം തീയതി കൊട്ടയിലകത്ത് അനുഭവിച്ചു. ഇരിക്കട്ടെ, പൂവാട്ടതായ ധമ്പിനെ അടക്കിയവരുടെ ദേവത ഇരിക്കട്ടെ. നീലേശ്വരപാട് നീലകണ്ഠൻ അങ്ങനെയുള്ളതായ തടീരപ്പൻ്റെ ഓമനക്കിടാവായിട്ട് നിലനിൽക്കുന്നതായ പ്രദേവത അല്പമായിട്ട് ചുരുക്കിക്കൊണ്ട് വെക്കട്ടെ. അങ്ങനെ നേരെ തിരിഞ്ഞു. ഇരിക്കട്ടെ, 3000 ഇരുവരും ഭൂതാക്കന്മാരും എന്ന് വേണ്ട നെക്രദേവനന്ദരക്കുള്ള പാൽക്കുളം. ആ പാൽക്കുളത്തിനകത്ത് പ്രഭുക്കന്മാരായിരിക്കുന്ന എൻ്റെ നാരമ്പാടി പുത്രമാണന്മാർ ഇരിക്കട്ടെ. വ്രജകളല്ല, അവര് പ്രഭുക്കന്മാരാണ്. അങ്ങനെയുള്ളതായ അനുഭവത്തെങ്കിൽ ഇതാ ഞാൻ എന്നിരിക്കുന്നതായ സത്യം ആദ്യകാലങ്ങളിൽ വെച്ചിട്ട് 3000 അകപ്പിടിമാരും കടമോണന്മാരും എന്നിരിക്കുന്നതായ പരമശ്രേഷ്ഠമായിരിക്കുന്നതായ തലക്ക് വലുതായിരിക്കുന്നതായ ശിരോലങ്കാരം ധരിച്ചിട്ട് സർവ്വതിനും പ്രാപ്തിയായിരിക്കുന്നതായ അനുഭവത്തെ പൊഴിച്ച എൻ്റെ കടമോണന്മാരെന്നിരിക്കുന്ന തട്ടകം കരകയറിയ പരദേവത ഇരിക്കട്ടെ. അന്ന് വീർനാളവൻ മലരായൻ ഇരിക്കട്ടെ, അങ്ങാടിക്കോളിക്കാരോട് അങ്ങനെ ഞാനും പരാശക്തിയോടെയായിട്ട് അടൂർദേവന്റെ ദേവകാര്യം ഇരിക്കുന്ന മാതാവും ഒക്കതിനാ കുഞ്ഞാലപ്പുറത്തിയും ഒക്കതിനാരും മുഖന്നെടുത്തിരിക്കുന്നതായ പുണ്യമണ്ണ് ഇങ്ങനെ നേരെ തിരിഞ്ഞ് നോക്കുന്നതായ കാലത്തിൽ ഭൂതാർത്ഥപ്രവേശിച്ചിരിക്കുന്നതായ സന്താമനയുടെ പിലും ചക്രദേവൻ നിരക്കുന്നതായ രശ്മിയും നാരമ്പാടി ദേവൻ നിരക്കുന്നതായ തണലും ഏകീകൃതമായിട്ട് വന്ന് സംഭവിച്ചിരിക്കുന്നതായ ജഗന്തഗിരി തന്നെയാണ്. അതിനുള്ളതായ ലവണജലം പറഞ്ഞു എന്തേ അതിനൊരു മന്ത്രത അവിടെ ഉണ്ടെന്നോ? അങ്ങനെ സന്തോഷമായി ഗുണം വരണം, ഗുണം വരണം, ഗുണം വേണം. താരപ്പാടി പുത്രമാരെ, താരപ്പാടി പുത്രമാരെ, താരപ്പാടി പുത്രമാരെ, മധ്യാഹ്നം ധ്വനിക്കൊരു പ്രതിധ്വനി വേണം. താരപ്പാടി പുത്രമാണോ പരമശ്രേഷ്ഠമായിരിക്കുന്നതായ അഗ്രപൂജ തന്നെയാണ്. ആവട്ടെ, പാലാഴി മദനക്കാലത്തിങ്കൽ വെട്ടിച്ചു തറന്നതായ തിരുമാലയുടെ ഉദ്ധതയിൽ നിന്നിട്ട് മഞ്ഞപ്പട്ടും വെള്ളച്ചേലയും അഗ്രീക കനക കുംഭ പീയൂഷത്തോടു കൂടിയിട്ട് പ്രത്യക്ഷീകരിച്ചിരിക്കുന്ന പരദേവത വസ്ത്രധാരം എടുത്തു ധരണീരക്ഷയ്ക്ക് വേണ്ടിയിട്ടും മന്ദരപർവ്വതം ഉയർത്താനും ആഴിയിൽ താണിരിക്കുന്നതായ അനുഭവത്തെ അല്ലെ
ഫലപ്പരപ്പിൻ്റെതായ അടിയിൽ ഒളിച്ചിരിക്കുന്ന അഗ്രീവരെ വിഗ്രഹിച്ചിട്ട് 4 വേദത്തെ വീണ്ടെടുത്തിരിക്കുന്ന പരദേവത. 3000 അകമ്പടിമാരെന്നിരിക്കുന്നതായ നിങ്ങൾ നിൽക്കുന്ന ജന്മത്തിന് കാരണമായ കർമ്മത്തിന് കാരണമായിരിക്കുന്നതായ അല്ലേ അനുഭവത്തിനും സാക്ഷിയായിരിക്കുന്ന ഫലദേവത ഇനി ഒരു അവതാരം തന്നെ എടുക്കേണ്ടി വരുമോ? അത്രക്കും ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തിയുടെ പാശം കൊണ്ടാണല്ലോ ഭഗവാനെ തളർന്നിരുന്നില്ലേ നിങ്ങളെല്ലാം? ഇല്ലേ? ക്ഷീണിതനുമായിരുന്നില്ല ഒരു കാലം. ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നെല്ലാം തികഞ്ഞുവോ? തികഞ്ഞു. മനുഷ്യ നിർമ്മിതി കൊണ്ടോ അല്ലെ? 9 കല്ലാടിമാരൻ നിരക്കുന്നതായ കുരുത്തോല നിർമ്മിതമായിരിക്കുന്ന കരവിരുത് കൊണ്ടോ പ്രത്യക്ഷീകരിച്ചതായ രൂപം എന്ന് കരുതണ്ട നിങ്ങൾ കേട്ടോ. അല്ല, സംശയമുണ്ടോ? ഉദരാജ്ഞേ ജഡരാജ്ഞേ ദഹനം അല്ലേ? കഴിച്ചതെല്ലാം ദഹിക്കണമെങ്കിൽ അഗ്നി വേണമല്ലോ അല്ലെ? എവിടെ അഗ്നി? താങ്കൾ നിരക്കുന്നതായ ഉദരത്തിലും വേണം അഗ്നി അല്ലെ? എന്നാൽ നിങ്ങൾ നിരക്കുന്ന മണിക്കോവിലിനകത്ത് നിങ്ങളാ തന്ത്രിമുഖേന അല്ലെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നതായ ആയുധാദി മുഖവാള് ഭണ്ണാരങ്ങൾക്കും ജീവകല കൊടുക്കണമെങ്കിൽ മാത്രമല്ല അതിനൊരു അഗ്നി സ്വഭാവവുമുണ്ട്. ആ അഗ്നി സ്വഭാവമുള്ള ദേവനെയാണല്ലോ അല്ലെ പ്രതിഷ്ഠ ചെയ്തത്. ആളിപ്പടരാൻ അല്പനാഴിക മാത്രം മതി. നിങ്ങൾ നിരക്കുന്നതായ നിലയും വിലയും അളക്കാൻ ആരാലും വന്നാൽ ഉണ്ടല്ലോ അല്ലെ ഗുരുമാരെ എല്ലാം സമയമുണ്ട് കേട്ടോ. പൂർവികന്മാർക്ക് കൊടുത്തിരിക്കുന്നതായ ആ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിച്ചു എന്ന് മാത്രം ഞാനിപ്പോഴും കേട്ടോ. വന്നിരിക്കുന്ന അതിഥികളുണ്ടല്ലോ അല്ലെ അവർക്ക് മുഖം കൊടുക്കട്ടെ ഭഗവാൻ. ഇത് നിങ്ങൾ എന്നിരിക്കുന്നതായ ആദ്യകാലത്തിൽ തന്നിരിക്കുന്ന ഭാഗ്യം. ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരുത്തി രക്ഷിക്കാൻ കേട്ടോ. ശേഷം എങ്ങനെ അതിഥികളായിട്ടോ അല്ല തന്ത്രിവരി എന്നിരിക്കുന്ന അനുഭവത്തിങ്കിൽ എന്റെ ദക്ഷിണദേഹന്റെ തന്ത്രിയായിട്ട് ഉണ്ടോ? ബിയന്തരത്തെ തന്ത്രി ഉണ്ടോ? ഇതേ ക്ഷണം ഇല്ല എന്നോ അല്ല അക്ഷീണം ആയിപ്പോയി എന്നോ ഉണ്ടായിരുന്നില്ലേ? ക്ഷണിച്ചില്ലേ നിങ്ങൾ? ഭോജനപ്രിയന്മാരെന്ന് പറയോ? ഇരിക്കട്ടെ, വിശേഷിച്ചില്ല എന്ന് വേണ്ടല്ലോ അല്ലെ? തന്ത്രിമാരെ സന്തോഷം. ശേഷം നെക്കറടവണവനുണ്ടോ? ശേഷം കുമ്പളായി ഇടവണവനുണ്ടോ? നെക്കര വളമല കടൂർ കുമ്പളായി എങ്ങനെയുണ്ടോ? 4 വീട്ടിലെ ഗുംപിരിമാരും ഇടവണമോ? ഇല്ല. ശേഷം മാട്ടയിൽ 100 മാസത്തിൽ അഹമ്പടിമാരുണ്ടോ? ഉണ്ടോ? ശേഷം കൊട്ടക്കുഞ്ചത്ത് അഹമ്പടി ഉണ്ടോ? വെളിഞ്ചത്ത് അഹമ്പടി ഉണ്ടോ? താഴത്തെ വെളിഞ്ചത്ത് വെളിഞ്ചത്ത് അഹമ്പടി ശ്വസിക്കാം. സൂര്യന്റെ രശ്മിയിൽ വാടാതെ വളരുന്നതായ തളർച്ചയില്ലാത്തതായ ശക്തിയാണ്. ആ ശക്തിയെ ഒന്ന് അതിന്റെ സുഗന്ധം ഒന്ന് ശ്വസിച്ചാൽ എനിക്ക് വേണ്ടതായ ഔഷധങ്ങൾ. മുട്ടക്കുഞ്ചത്ത് അകമ്പടി ഉണ്ടോ? ഉണ്ടോ? ശേഷം തിരുവായൂർത്തോടവണം ഉണ്ടോ? ശേഷം ചൊല്ലിക്കഴിക്കും. നിങ്ങൾ എന്തിരിക്കുന്ന അതിഥികളുണ്ടോ? ആര് തറവാടുകാർ ആരും വന്നിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ അതിഥികൾ ആരും ഇല്ല ആളെ പറയും. ഇല്ലാത്ത ആളെ പറഞ്ഞ ഇവിടെ കലിയുഗരികെ ന്യായം മലയരികെ നീര് അർത്ഥത്തിൽ കൊതിക്കുന്ന രാജവാഴ്ച പക്ഷം പറയുന്ന സഭ തിരസ്കരിക്കുന്ന ജനങ്ങള് അതിനിടയിൽ എവിടെയാണ് സ്ഥാനം? എവിടെയാണ് മാനം അല്ലേ? നാർത്തികന്മാരാൽ നരകം നയിക്കുന്ന അല്പബുദ്ധിയും അല്പായുസുള്ളതായ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നിട്ട് വേർതിരിച്ചിട്ട് കാണണമെങ്കിൽ
ഭഗവാന്റേതായ ദിവ്യ അനുഗ്രഹം മാത്രം മതി. അല്ലെ, ശിരോലങ്കാരമായിട്ട് ചൂടാമെന്നെ കേട്ടോ. ശ്രീമന്നാരായണൻ എന്നിരിക്കുന്നതായ അച്യുതൻ്റെതായ ഉച്ചിയിൽ അർച്ചിച്ചിരിക്കുന്ന ആ അന അല്ലെ, അരി കുസുമാദികൾ ആയുസിന്റെ ഫലം കൊണ്ട് ഭഗവാനിത തിരിച്ചു തനിക്ക് ഏറെ അല്ലെ ധന്യമുഹൂർത്തത്തിൽ തന്നിരിക്കുന്ന പരമാർത്ഥം ആദികാരങ്ങളിൽ എന്ന് പറഞ്ഞു. ഇരുവരും മുതല്ലേ അല്ലേ വേണം. പാർത്തന്റെ സാരഥി അവന്റെ കടിഞ്ഞാണം ഞാനെന്നിരക്കുന്നതായ കരത്തിൽ പിടിച്ചിട്ട് തേരാളിയായിട്ടും പോരാളിയായിട്ടും നിലനിന്നിരിക്കുന്ന പരദേവത ലക്ഷ്യം തെറ്റിയിട്ടുണ്ടോ? എന്തോ എവിടെയാണോ തന്റെ രഥം, എവിടെയാണോ തന്റെ അശ്വം ചലിക്കുന്നത്, ആ വശത്തല്ല എനിക്കുള്ളതായ ലക്ഷ്യത്തിങ്കിലേക്കാണ് അല്ലെ രഥത്തെ ചലിപ്പിച്ചത്. അങ്ങനെ മഹാഭാരതം എന്നിരക്കുന്നതായ അനുഭവത്തിങ്കിൽ സർവ്വതിനും അല്ലെ സാക്ഷികൃതമായിട്ട് നിലനിന്ന പരദേവത പിതാവിൻ്റെതായ ബന്ധം ഒന്ന് നിലയുറപ്പിക്കണം എനിക്ക്. ആ ബന്ധമില്ല എങ്കിലോ, ആ ബീജം എന്നിരക്കുന്ന അനുഭവമില്ല എങ്കിലോ നിങ്ങൾ എന്നിരിക്കുന്ന ജന്മമുണ്ടോ? ബീജപ്പിതാവ്രത, ബീജം ദൈവഹിതമാണ്. അതിരിക്കുന്ന ദൈവഹിതത്തിങ്കിൽ തന്നിരിക്കുന്ന ജന്മം പാഴാപാടിയുടെ തക്കവണ്ണം ഏതൊരു കളത്തിനകത്ത് കൈയെടുത്താലും അവിടെയെല്ലാം പരമാർത്ഥം എന്തിരക്കുന്നതായ അനുഭവത്തിനെ സാക്ഷിയായിട്ട് വിശ്വംഭരൻ ഉണ്ടാകും കൂടെ. ഗുണഭരണം രക്ഷിക്കാം. എവിടെയാണ് വന്നതെന്നറിയില്ല, എന്തിനാണ് വന്നതെന്നറിയില്ല, ആർക്ക് വേണ്ടിയാണ് വന്നതെന്നറിയില്ല. എന്നാൽ ഭഗവാന് കീർത്തിയുള്ളതായ പ്രദേശം എവിടെയാണെങ്കിലും അതിൻ്റെതായ കാൽച്ചിലമ്പുലികളൊന്നും എന്റെ കർമ്മത്തിൽ കേട്ടാൽ അകത്ത് വന്നിരിക്കുന്ന സർവവിധ അന്ധകാരത്തെ എല്ലാം ഏഴ് നാടിനകത്ത് മഹാലിംഗേശ്വരൻ എന്നിരിക്കുന്ന പഞ്ചലിംഗേശ്വരന്റെ വാടനാട് അല്ലേ. അങ്ങനെ കൊടിയമായ നിരക്കുന്നതായ അനുഭവത്തിങ്കൽ ഇവിടെ പാർത്ഥസാരഥിയും അല്ലെ ഗോപാലകൃഷ്ണനും നിലനിന്നിരിക്കുന്നതായ അതിലൊരു ഉപരിയായിട്ട് ഞാനെന്നിരിക്കുന്നതായ സത്യത്തെ കണ്ടു. അവിടെയെല്ലാം മിഥ്യാപ്രേതം എന്നിരിക്കുന്ന കള്ളക്കാലിയെ നീക്കിയിട്ട് സർവ്വതിനും ശ്രേഷ്ഠമായിരിക്കുന്നതായ എന്റെ വിശ്വംഭരൻ ജഗത്രയം നിറഞ്ഞിരിക്കുന്ന നാരായണൻ തന്നിരിക്കുന്ന അനുഗ്രഹം എന്ന് കരുതുമാറാം. സിരിയൽ ദേവനും ഗണപതിയാരും എന്നിരിക്കുന്നതായ അല്ലെ പരശ്രേഷ്ഠമായിരിക്കുന്നതായ പുണ്യഭൂമിയിൽ നിന്നും ദണ്ഡക്കളം നിന്നിരക്കുന്നതായ പരമശ്രേഷ്ഠമായിരിക്കുന്നതായ അതിൽ നിന്ന് നരമ്പാടി ഇടവണന്മാരെന്നിരിക്കുന്നതായ ക്ഷണത്തെ സ്വീകരിച്ചിട്ട് അല്ലേ തന്റെ ജീവിത സാഫല്യം നേടിക്കൂറുവാൻ തക്കവണ്ണം എനിക്ക് അനുഗ്രഹത്തെ തന്നു പോരണമെന്ന് മാത്രം. മഹാദേവൻ എന്നിരിക്കുന്നതായ ഒരു രഥത്തിൻ്റെതായ പാശമാണ് കരത്തിൽ പിടിച്ചത് അല്ലേ. ആ ദേവനെ ചലിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? 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 സാധിക്കുമെങ്കിൽ പലതുണ്ട് പറയാൻ എനിക്ക്. എനിക്കും എന്റെ മഹാദേവന്റെയും മുഖാമുഖം അതിനെ ദർശിക്കേണ്ടതായ മുറി വഴി കാട്ടിക്കൊടുത്തവൻ ആരായാലും ശുഭമെന്ന്
രാമേ തൻ്റെതായ അനുഭവം ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. വയൽപ്പുറത്ത് രാമുണ്ടോ? എരോൽ രാമേ സന്തോഷം. അറിഞ്ഞില്ല ഭഗവാൻ എന്ന് വേണ്ടല്ലോ.
നിൽക്കാനും മാറിൽ കൊത്തി നടക്കുവാനും കൊണ്ട് തന്നിരിക്കുന്ന പരമാർത്ഥം വിട്ടുകളയാണ് തക്കവണ്ണം, ശരീര ക്ഷീണത്തിന് വഴിവരുത്താണ് തക്കവണ്ണം, എന്നും ആയുർബലവും തന്ന് അല്ലേ ദീർഘായുസ് തന്ന് പരിപാലിക്കുവാൻ എൻ്റെ പരദേവത എനിക്ക് ആധാരം എന്ന് കരുതുമാറാവട്ടെ. ശേഷം നാരമ്പാടി കുത്ത് ഇടവണന്മാരെ, ഇടവണന്മാരെ അകമ്പടിമാരാ ഇരിക്കട്ടെ. സായാഹ്നമായി അല്ലേ, സായാഹ്ന നേരമാണ് ദുഷ്ടന്മാരുടായ അല്ലെ ശിക്ഷയ്ക്ക് വിധിക്ക് സമയം കണ്ടെത്തിയത് ഭഗവാൻ. ഇരുളുമല്ല പകലുമല്ല ആകാശവുമല്ല ഭൂമിയുമല്ലാത്തതായ ആ പുണ്യമുഹൂർത്തത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു മുഹൂർത്തം എടുക്കുന്നുണ്ട് അല്ലേ. എപ്പോഴാണോ വന്ദിക്കേണ്ടത്, ആരെയാണോ എതിര് സന്ധിക്കുന്നത്, ആ സന്ധിക്കുന്ന സമയത്താണല്ലോ അല്ലേ കഴകത്തിലുള്ള വന്ദിക്കേണ്ടത്. അങ്ങനെ നഗരതോരണം ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ട് വിശ്വംഭരൻ്റെതായ വിശ്വരൂപമാണ് അണിയാൻ കേട്ടോ. പൂർണ്ണകായത്തെ കാണുവാൻ നിങ്ങളെന്നിരിക്കുന്ന പുറം കണ്ണ് കൊണ്ട് അല്ലേ ദർശന ഭാഗ്യത്തിലുള്ളതായ അയോഗമുണ്ടാവട്ടെ. വിശ്വസിക്കാറാവട്ടെ എൻ്റെ തടിയിലപ്പ. എൻ്റെ അടൂർദേവ. അങ്ങനെ 4 ദിക്ക് ദേവന്മാരും ആയതുകൊണ്ട് ഇങ്ങനെ മുഖം ശേഷം പഞ്ചവാദ്യത്തിൽ ചേരിക്കാരൻ 48,000 കർത്താക്കന്മാർ സമ്പ്രദായം വിശ്വകർമാവ് കൊത്തുടിക്കാര വിരാമേ പൈതങ്ങളെ ആ പൈതങ്ങളെ പൂർണ്ണമായത് ശിശുവിനെ പോലെ കാണേണ്ട സമയമാണിത്. പക്ഷെ കാണാനുള്ളതായ സമയമല്ലാതായി അല്ലേ. കുലബന്ധുവായിരിക്കുന്ന ദേവപ്രീതി നേടിയിട്ട് വീർനാഥം നിന്നിരിക്കുന്നതായ ദേവന്റേതായ പൂർണ്ണ രൂപത്തിട്ടമാണ് കാണുന്നില്ല എങ്കിലും അതാണ് ദീർഘവീക്ഷണത്താൽ പൂർവികന്മാർ ചെയ്തത്. അതുപോലെയാണ് ഇതൊരു യാഗമാണ് നിങ്ങൾ ചെയ്തത്. ഇത്ര ദേവന്മാരെയും ഒരു പിടിയിലേക്ക് കൊത്തുചേർത്തിട്ട്
ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാം അവർക്ക് വാക്ക് പാലിക്കാൻ സാധിക്കും. സാധിക്കില്ല. അത് എൻ്റെ ഇടപാടൊന്നും അങ്ങനെ ആയോ? ആ കുത്തിയ കനിയും കുറിച്ച് കുറിമാനവും മണിയന്ത്രം വഴിയാണ്ട് ഇത്തവണ നമ്മൾ പ്രത്യക്ഷീകരിച്ചിട്ട് അവർ തന്നിരിക്കുന്നതായ ആഹാരം ആഹൂതിയായിട്ട് അല്ലെ, ഞാനും എൻ്റെ അങ്ങാടി കോടിക്കാലോടും ഏകരാശി സ്ഥിരന്മാരായിട്ട് അതിൻ്റെ അടനടങ്ങളില്ലാതെ അതിനധ്യാമണം കേട്ടോ. ഇതിനാണ് ഇത്രയും ഞങ്ങൾ കാലം രാഘവവും തപസ്സും ചെയ്ത് വിധത്തിങ്കിലാണോ ആഹാരം കഴിച്ചത്, അതുപോലെ പടിഞ്ഞിരുന്ന് അനുഭവിക്കണം. അതിൻ്റെ ഒരു സമയമാണ് എൻ്റെ വൈകുണ്ഠം കേട്ടോ. ഇപ്പോഴും നിങ്ങളെങ്ങനെ ഭക്ഷിക്കുന്നു അതുപോലെയാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അല്ലേ, ഇതുപോലെയല്ലേ നിങ്ങളെ ആഹാരം കഴിക്കുക. അപ്പോൾ ഇത് മറക്കണം നിങ്ങൾ. എന്നിട്ട് അടുത്ത 3 വർഷത്തിനകത്ത് എൻ്റെ കാലുകളിയാട്ടം അങ്ങാടിക്കോടിക്കാലോളം എന്നെയും കാണുന്നതിന് മുമ്പായിട്ട് ശ്രീ വൈകുണ്ഠം എന്നിരിക്കുന്ന മുഹൂർത്തം കുറിച്ചിട്ട് അതിനിത് തന്നെയാവണം. കാരണം അങ്ങനെ കണിയാമ്പള്ളി എന്നിരക്കുന്നതായ അങ്ങനെ കുരുതി കൊടുത്തിരിക്കുന്ന കാലങ്ങളിൽ എന്റേതായ നാട്ടിലെ എന്റെ നാരമ്പാടി കടവോളന്മാർക്കും അങ്ങനെ ഏവർക്കും സർവ്വവിധ അല്ലെ ദുഷ്ടശക്തികളെല്ലാം നീക്കി അവർക്ക് വേണ്ടതായ ആഹൂതി കൊടുത്ത പുണ്യകാലം അതിനൊരു സാക്ഷിത്വം വഹിക്കാൻ സാധിക്കും. അത് തന്നെയാണ് സുരക്ഷിതം. കണ്ണാടിമാരെ സന്തോഷം കേട്ടോ. അങ്ങനെ കർമ്മം ചെയ്തിരിക്കുന്ന കർമ്മഭൂമിയിൽ കർമ്മമായിരിക്കുന്ന കർമ്മം ചെയ്യാൻ ധാരമന്മാരെ ചെയ്തിരിക്കുന്നതായ അനുഭവത്തോടു കൂടിയിട്ട് ഇന്നതാ ബാലകന്മാരായിരിക്കുന്ന നിങ്ങളുടേതായ കരവിരുദ്ധ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ ദൈവന്റേതായ പൂർണ്ണകായ രൂപത്തെ മഹാലോകർക്ക് ദൈവനതായിട്ട് അനുഗ്രഹത്തെ പകർന്നത് വാർണയും കൂയും വടക്കേം വാതിലും എന്നവർക്കും ധരിച്ചവർക്കും നാടിനും നന്മയായിരിക്കുന്ന വഴി എങ്ങനെ കണ്ണംകുളത്തുറപ്പിന്റെ അനുഗ്രഹം ശേഷം ആ ചെറുത്തൂർ പള്ളിക്കര എങ്ങനെ എന്റേതായ കിളിമുടി കൊടുക്കണ്ടേ അവിടത്തെ മഞ്ഞപ്പൊടിന്റെ ശേഷം എന്റെ അങ്ങാടിക്കോളിക്കാലോളം നിൽക്കുന്നതായ അനുഭവത്തിലാണെന്നോ ഒരാൾ അവിടെ വേണ്ടതായ തൊട്ടുമുട്ടുപോയി അങ്ങാടിക്കോളിക്കാലോളം തന്നെയാണ്. അതാണ് മീത്തല വെളിഞ്ചം എന്നിരിക്കുന്ന അകമ്പടിമാര്. അങ്ങനെയുള്ളതായ കാലനേരത്തെങ്കിൽ എൻ്റെ 5 കൊള്ളി രാവറിൻ്റെതായ കുറവേ തീർക്കാനും
അല്ലെ ഇരുവര് ഭൂതങ്ങളെ നിരക്കുന്നതായ സ്ഥായിയായിരിക്കുന്ന ദേവന്റേതായ ചുമട് നോക്കി നടക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ കയ്യിൽ നിന്നും വിട്ടുപോകാതെ അന്യമ്പറ്റിലേക്ക് ചേരാതെ തക്കവണ്ണം സൂക്ഷിച്ചോ. അതിന് എന്ത് യാഗങ്ങൾ ചെയ്യണോ അത് ചെയ്തോ നിങ്ങൾ. ഭഗവാനുണ്ട് കൂടെ. സന്തോഷം ഇരുതികളും പൂർത്തികളും കാലാവസ്ഥയെങ്കിൽ അല്ലെ സായാഹ്നമായല്ലോ അല്ലേ 9 ദീപപ്രകാശത്തിന്റെ പ്രകാശം കുറയില്ല. പ്രപഞ്ചമുഖത്തെങ്കിൽ പുറം കണ്ണിന് കാണുന്നതായ ആ അനുഭവത്തെങ്കിൽ അന്ധകാരപ്പെടുമല്ലോ അല്ലെ. അന്ധകാരത്തിന് ഭഗവാന്റെ വെളിച്ചമൊന്നു വേണം. പൊന്നാരപ്പെടുക ഇത് തനിക്കുള്ള ധനമല്ല, പട്ടം കെട്ടിയ മത്ത ഗജത്തിൻ്റെതായ നെറ്റിപ്പട്ടം എന്ന് കരുതി കേട്ടോ. ശിരോലങ്കാരമല്ലേ അത് ഭഗവാൻ. ആത്തത്രാണപരായണനായിരിക്കുന്ന പുണ്ടരീകാക്ഷ ഹൃദയകമലവാസ ജഗൽ പരിപാലക തന്നെ എവിടെ നട്ടതെന്ന് തോന്നിയോ ആർക്കും? ഏതൊരു കാഞ്ഞിരക്കാട്ടിൽ വളർന്നാലും അല്ലേ 9 ആ കാഞ്ഞിരക്കാട്ടിൽ ഒരു ചന്ദനക്കുറ്റി ഉണ്ടെങ്കിലോ അതിന്റെ സുഗന്ധമൊന്ന് വേറെയല്ലേ അല്ലേ ഇടപാടോ? സുഗന്ധം വേറെയാണ്. ചന്ദനക്കുറ്റിക്ക് ചന്ദനം നട്ടാത്ത വരുമോ? വരാവേ. ചന്ദനം വേണം എനിക്ക് എന്നിട്ട് ചന്ദനത്തെ നട്ടു കഴിഞ്ഞാൽ ചന്ദനം കിട്ടുമോ? ഇല്ല. അതിൻ്റെതായ അല്ലെ ചെടിയെ നടണം. കാലം എപ്പോഴാണോ എത്തുക അന്നാണ് അതിന് ചന്ദനം പൂട്ടിയിരുന്നു. അങ്ങനെയാണ് നിങ്ങളെന്നിരിക്കുന്നതായ മനസ്സിൻ്റെ അകത്ത് ഞാനെന്നിരിക്കുന്നതായ ദീപത്തിൻ്റെതായ പ്രഭ ഒന്ന് ഉണർന്നത് തൻ്റെതായ പ്രാപ്തിയെ കണ്ടിട്ട്. ആ പ്രാപ്തി എത്തുമ്പോൾ ഭഗവത് ചൈതന്യം തനിക്കടിഞ്ഞാൽ തൻ്റെ കരത്തിൽ നിൽക്കുന്നതായ കുഞ്ഞികിടാവിനും തൻ്റെ കരം പിടിച്ച പത്നിക്കും അവരുടേതായ അനുഭവത്തോടു കൂടിയിട്ട് അവരുടെ ബന്ധുമിത്രാദികൾക്കും അല്ലെ ദീർഘായുസിനും നല്ലതായിരിക്കുന്ന വഴിക്കും താൻ നിമിത്തം തൻ്റെ ദേവൻ നിമിത്തം എന്നും കാര്യകാരണകർത്താവായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെന്ന് ശ്രീമന്നാരായണന്റെ കരം ആ വൈദ്യുതയുണ്ടോ പഞ്ചതള പുഷ്പം ഇരിക്കട്ടെ. വഴിയോര് അരികെ സഞ്ചരിക്കുന്ന ആർക്കും പ്രാർത്ഥിക്കാലോ അല്ലെ. ദീപം എവിടെയാണോ തെളിക്കുന്നത് ആ ദീപത്തിൻ്റെതായ മുന്നിൽ ആർക്ക് പ്രാർത്ഥിച്ചു? അലങ്കാര പ്രിയനല്ലേ ഭഗവാൻ. പുരുഷജന്മത്തെങ്കിലും ശ്രേഷ്ഠമായിരിക്കുന്ന പുരുഷോത്തമനോടും കൂടി കളിക്കാൻ കിട്ടിയ ജന്മം അല്ലെ പരമപ്രാപ്തനാണ്. നെറ്റിയിൽ ചൂടിയിരിക്കുന്നതായ ചിതാമര അല്ലെ കുറ്റത്തിൻ്റെതായ സൗഗന്ധികം പരിപാലിച്ച് കണ്ടെടുക്കാം. ആർത്തത്രാണപരായണനായിരിക്കുന്ന പുണ്ടരീകാക്ഷന്റെ ഭഗവാൻ തന്നിരിക്കുന്ന ഗന്ധഘടമാണോ ശ്രീമന്നാരായണ ഹൃദയകമലവാസ ജഗൽ പരിപാലക പുണ്ടരീകാക്ഷ കൃഷ്ണ അച്യുത ജഗന്നാഥ ഹരേ വിഷ്ണു ജലാർദ്ദന എന്നിരിക്കുന്ന മന്ത്രോച്ചാരണങ്ങളെ കൊണ്ട് നിത്യവും ഉരിയാടാറാവട്ടെ കേട്ടോ. എന്നാൽ തറവാട് മേനി കുറവല്ല അല്ലെ. പിതാവിൻ്റെതായ കളം ഒട്ടും കുറയുമല്ല ആവട്ടെ. അങ്ങനെ തായും തണലുമായിട്ട് താൻ വസിക്കുന്ന ഭൂമിയുടേതായ പുറങ്കാവനെന്ന പോലെ ഞങ്ങളുണ്ട് ഇവിടെ വസിക്കുന്നു അല്ലെ. അതുകൊണ്ട് തനിക്ക് ആയിരാരോഗ്യങ്ങൾ അക്താനും തന്നിട്ട് എൻ്റെ പരദേവത പരിപാലിച്ച് കണ്ടെടുക്കുമ്പോൾ സന്തോഷം. എവിടെയെല്ലാം സഞ്ചരിച്ചാലും ഒടുവിൽ വന്നത് ആകാശം പതിതത്വയും യഥോഗച്ഛത് സാഗര എന്ന ആകാശത്തിൽ നിന്നും പൊഴിയുന്നതായ ജലം എവിടെ പതിഞ്ഞാലും അരുവിയിൽ നിന്ന് തോട്ടിലേക്കും തോട്ടിൽ നിന്നും പുഴയിലേക്കും പുഴയിൽ നിന്നും മഹാസമുദ്രത്തിലേക്കും എന്ന പോലെ അലഞ്ഞാലും വലഞ്ഞാലും തിരിഞ്ഞാലും നടന്നാലും ഭഗവാന് എൻ്റെ ആഹാരം തനിക്ക് ആഹൂതി, എൻ്റെ നടത്തം ഭഗവാന് പ്രദക്ഷിണം, എൻ്റെ കടത്തം ഭഗവാന് ദീർഘദണ്ഡ നമസ്കാരം, എൻ്റെ വാക്കുകൾ ഭഗവാന്റേതായ നാമസങ്കീർത്തനം, എൻ്റെ ആഹാരം ശ്രീമന്നാരായണനുള്ള ആഹൂതിയായിട്ട് തീരണം. അത് പിതാവ് ചെയ്ത സുഹൃത കർമ്മത്തിൻ്റെ വഴിയല്ലേ ഇടപെടണം. വിട്ടുകളയാൻ സാധിക്കുമോ ഞങ്ങൾക്ക്? അതുകൊണ്ട് സങ്കടങ്ങളുണ്ട്. ഭഗവാനെയും ദേവനെയും ദൈവത്തെയും ഒന്നിപ്പിക്കാൻ അല്ലേ. ആ ഒന്നിപ്പിക്കുന്ന കാലം ദൂരെയല്ല കേട്ടോ. അതിനിടയിൽ ആരൊക്കെ തടസ്സം വന്നാലും എന്തൊക്കെ വഴിമുടക്കിയാലും ഞങ്ങളെ തെറ്റിക്കാൻ ആർക്കും അസാധ്യമാണ് അല്ലേ. ആയതുകൊണ്ട് അഗ്നിയുടെ ചൂടറിയും അന്ന് വിളിക്കും. ഭയം വേണ്ട കേട്ടോ നിങ്ങൾക്ക്. അവിടെ ഉണ്ട് ഭഗവാൻ. അത്
എൻ്റെ പൈതങ്ങളെ എത്തില്ലെന്നിരിക്കുന്നതായ അനുഭവത്തിൽ എൻ്റെ വെളിച്ചപ്പാടൻ എന്നിരിക്കുന്നതായ ദിവ്യൻ്റെതായ കരം അല്ലേ പിടിച്ച ദേവനല്ലേ ഞാൻ. ആ ദേവൻ്റെതായ അനുഗ്രഹം, പിതാവിൻ്റെ കരം പിടിച്ച ദേവൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. എന്ത് കടമാണന്മാരെ കണ്ടുപോരേണം ഭഗവാന്. നാരായണ സ്മരണയിരിക്കട്ടെ. പരമപാവനമായിരിക്കുന്ന പുണ്യഭൂമിയെങ്കിൽ പല ജീവജാലങ്ങളിലും പല ജന്തുക്കളായിട്ടും വർദ്ധിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ അവർക്കൊന്നും കിട്ടാത്ത ജന്മമാണല്ലോ പുരുഷജന്മം അല്ലേ. ആ പുരുഷജന്മം എവിടെയും പാടാവാണ്ട് എന്നൊക്കെ വണ്ണം എൻ്റെ ഹൃദയകമലവാസൻ എന്നും എനിക്ക് സന്തോഷം. ആരുടെ കരത്തിലാണോ ഭഗവാൻ അർപ്പിക്കേണ്ടത് അത് അവിടെ എത്തിയല്ലോ അല്ലേ. എങ്ങനെ പൈതങ്ങൾ വിശ്വസിക്കാവോ? യശോദ എന്നിരിക്കുന്നതായ അമ്മയുടെ മടിത്തട്ടിങ്കൽ ഒരു കളിക്കിടാവായിരിക്കുന്ന കണ്ണൻ കൂടിച്ചേർന്നത് പോലെ തൊക്കിയെടുത്തു ഭഗവാൻ തന്നെയാണ് കേട്ടോ തൻ്റെ കരത്തിൽ പിടിച്ചത് അല്ലേ. കറുത്ത നായിയാകിലും കറുത്ത കാഞ്ഞിരമാവിലും കേശവൻ കൂടെ ഉണ്ടെങ്കിൽ ക്ലേശമുണ്ടോ? ഇവിടെ പോണോ? ഭയമാണോ നിങ്ങൾക്ക്? വേണ്ട കേട്ടോ. തൻ്റെ ജീവിത പങ്കാളി അല്ലേ മച്ചിയായി പോയി എന്തൊക്കെ തോന്നലുണ്ടായോ? ആണോ? താൻ ധരിച്ചിരിക്കുന്ന സ്വർണമാണോ സമ്പത്ത്? അല്ല കേട്ടോ. ധരിത്രിയെങ്കിൽ ധരണീരക്ഷ വരുത്തിയിരിക്കുന്ന മാതാവിന്റെ അനുഭവത്തെങ്കിൽ വിശ്വംഭരന്റെ മുന്നിൽ അമ്പാ ജഗദംബ ജഗജ്ജനനിയായിരിക്കുന്ന മാതൃവാത്സല്യം കൊണ്ട് നിറയാനുള്ള ഈ കരുത്താണ് താൻ പരിപൂർണമായിരിക്കുന്ന സമ്പത്ത് കേട്ടോ. ആ സമ്പത്തിനെന്നും കുറവ് വരുത്താൻ തക്കവണ്ണം ദീർഘായുസ് തന്നിട്ട് കാത്തു രക്ഷിക്കും എൻ്റെ പരദേവത. ഇതാണ് കേട്ടോ ഇടപാടാൻ ഐശ്വര്യം, ഇതാണ് അഭിവൃദ്ധി, ഇതാണ് നാളെ നടക്കും എൻ്റെ സന്തതികൾ കേട്ടോ. അജ്ഞാനം അകറ്റണം ഞങ്ങളെ അല്ലേ. സുജ്ഞാനം എന്ന മാർഗോപദേശം നൽകിയിട്ട് അന്ന് പരമശ്രേഷ്ഠനായിരിക്കുന്ന വിദ്യാഗുണസമ്പന്നയായിരിക്കുന്നതായ അഷ്ട ഐശ്വര്യലക്ഷ്മിതായി ആയിരിക്കുന്നതായ എൻ്റെ പടിഞ്ഞാറ്റ് ചാമുണ്ടിയെ ഞാനും കൂടെ ഉണ്ടാവും. അടൂർ ദേവന്റെ ദേവകാര്യം വിധിക്കുന്ന മാതാവും കുലബന്ധു ആയിരിക്കുന്നതായ അനുഭവത്തിലെന്നും ഇവിടിങ്ങനെ പറഞ്ഞു. കീറി മുറിക്കേണ്ടി വന്നുവോ ഇടപെടാൻ? വന്നോ പൈതങ്ങളെ? ധന്വന്തിരി മൂർത്തിയല്ല ഞാൻ അല്ലേ വിശ്വകർമാവേ. ആരൊക്കെ കീറി മുറിച്ചാലും ചേർക്കുംപടി ചേർക്കുന്നത് ഭഗവാനല്ലേ. എന്നോളം വരുവോ ഒരു വൈദ്യനും? വരുവോ? മഹാവൈദ്യൻ തന്നെയാണ് ഭഗവാൻ അല്ലേ. അങ്ങനെയുള്ളതായ ധന്വന്തിരി മൂർത്തി എൻ്റെ കുഞ്ഞുകിടാവിന് വേദന വന്നപ്പോൾ ആ വേദനയെ സംഹരിച്ചിട്ട് എൻ്റെ കുഞ്ഞിയെ സംരക്ഷിച്ചിട്ട് അല്ലേ. നിങ്ങളെ കരത്തിൽ ഇന്ന് തൊക്കിയെടുത്ത് പോരാനുള്ള യോഗം കിട്ടിയില്ലേ? അതുകൊണ്ട് ധന്യന്മാരാണ്. കണ്ണുനീർ ബന്ധത്തിൽ നിന്നും ഒന്ന് കുറഞ്ഞാലേ കഴകത്തൊരാളാ രക്തം വരുവോ കണ്ണുനീര് വരുവോ? കണ്ണുനീര് വരും കേട്ടോ. രക്തബന്ധം എന്ന് പറയുന്നത് മാത്രം ഒന്ന് തൻ്റെ ബന്ധത്തിൽ നിന്നും വിട്ടുപോയാൽ കണ്ണുനീര് വരും. അപ്പോൾ ജന്മത്തിൻ്റെ മുക്കാൽ ഭാഗവും നീരാണ്. ആ നീര് എൻ്റെ പാദത്തിൽ വീണാ പിന്നെ കരയണോ നിങ്ങൾ? വേണ്ട, സന്തോഷിക്കാൻ കേട്ടോ. എൻ്റെ പൈതങ്ങൾക്ക് അങ്ങനെയുള്ളതായ കുഞ്ഞികിടാവിൻ്റെ എപ്പോഴും ഭഗവാൻ അനുഗ്രഹം പകർന്ന് തന്നുപോരും എന്ന് കരുതുമാറാവട്ടെ. ആയതുകൊണ്ട് എൻ്റെ തലീരപ്പ വിശ്വകർമാവേ സന്തോഷമായി. ശ്രീമന്നാരായണൻ എൻ്റെ ഹൃദയമലവാസൻ ഭാര്യമാമ്പർവ്വതത്തിൽ ബാണവൻ പടുവാലിയും അതിശേഷം വിളങ്ങിച്ച മനദേവനും ആര്യങ്കട്ടിൽ നിന്നും മലയങ്കട്ടിലേക്ക് ശേഷപ്പെട്ട ചങ്ങാതിയും അങ്ങനെയുള്ളതായ അനുഭവത്തോട് കൂടിയിട്ട് അയനും മയനും വിശ്വകർമാവും അല്ലേ. മൂലമ്പള്ളി പെരുങ്കൊല്ലൻ്റെ കന്നി അല്ലേ രാശി കണ്ട് കുടിയിരുന്ന പരദേവതയല്ലേ ഞാൻ. ഉണ്ടായിരുന്നു തൻ്റെതായ അല്ലേ ഭവനത്തിനകത്ത് ഞങ്ങൾ നിരിക്കുന്ന മഹാ കളിയാട്ടമെന്ന അനുഭവങ്ങൾ. അങ്ങനെ ദരിദ്രനാരായണനായിരിക്കുന്ന ശ്രീമന്ത നാരായണൻ സങ്കടത്തിൻ്റെതായ വഴികളെല്ലാം അടക്കണം. ഇനിയത്തെങ്കിലും സന്തോഷത്തിൻ്റെ വഴികൾ ഉണ്ടാക്കി തരണം. ഇല്ല, അതുകൊണ്ട് തങ്ങളുടേതായ മനസ്സ് വസ്ത്രസങ്കല്പിച്ചിട്ട് അങ്ങനെയുള്ളതായ ആ മാറ്റിന് ഒരുത്തനും ഉരച്ചു നോക്കാൻ പ്രാപ്തിയില്ല. മാറ്റാണല്ലോ ഭഗവാൻ സ്വീകരിക്കുന്നത്. അതാണ് കുലുസിതമായിരിക്കുന്നതായ ആ കുചേലന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറ്റിയത് ഞാൻ. അത് തന്നെയാണ് ശബരിയുടേതായ കടിച്ചിരിക്കുന്ന പഴംതൊലിയെ കടിച്ചു വാങ്ങിയത്. അപ്പോൾ
എവിടെയാണോ ബന്ധം, ആത്മാവോട് ആത്മാവ് അല്ലേ? അങ്ങനെ എൻ്റെ ചെറുവത്തൂർ അല്ലെ ചെങ്കണ്ണ് മുതലായിരിക്കുന്ന ദുഃഖധാരീർണമകളെ നീക്കാൻ എൻ്റെ വൈകുണ്ഠനാഥൻ എൻ്റെ പരദേവത എനിക്ക് തരണം തന്നു. എൻ്റെ വളാത്തിയ ചൊല്ലിക്കഴിച്ചിട്ടുണ്ട്. സായാഹ്ന മുഹൂർത്തത്തിങ്കൽ വന്ദിക്കുമ്പോഴാണ് സന്ധിക്കേണ്ടത്, അല്ല സന്ധിക്കുമ്പോഴാണ് വന്ദിക്കേണ്ടത്. എപ്പോഴാണോ ദീപത്തിന് അല്ലെ തിരിക്ക് ദീപം കൊളുത്തുക, സന്ധ്യാനേരം അല്ലെ. പകല് കഴിഞ്ഞ് രാത്രി അടുക്കുന്ന നേരം ഏതാണോ അവിടെ ആരെങ്കിലും വഴിമധ്യ കാണുമ്പോഴാണല്ലോ നമസ്കരിച്ചു പോരുക അല്ലേ. എന്നപോലെ സായാഹ്നമാണ്. ആ സായാഹ്ന കാലത്തിങ്കൽ എൻ്റെ ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നതായ അനുഭവം ഒട്ടും കുറയാണ് തക്കവണ്ണം ഭഗവാന്റെ പ്രകാശമുണ്ട്. എന്താ പറയാ, പേരെയും പ്രേതത്തെയും നീക്കാൻ, ശനിയെയും ശത്രുപീഠയും അകറ്റ, ശത്രു സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് പരിപാലിച്ച് കണ്ടെടുത്തു പോരയണം പരദേവത. സർവവ്യാപിയായിരിക്കുന്ന ദേവൻ്റെതായ മുന്നിൽ ഭഗവൻ നാമം ചൊല്ലുവാൻ പോലും ശേഷിയില്ലാതെ വന്നു പോയോ എൻ്റെ അടുത്ത്? ഇരിക്കട്ടെ. ഹൃദയകമലവാസ, ശരീരമാസകലം എനിക്ക് വേദനിപ്പിച്ചാലും മനസ്സെന്നിരക്കുന്നതായ അനുഭവം ഉള്ളിടത്തോളം കാലം ഭഗവാന്റെ നാമസ്മരണ വിട്ടുകളയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ, മരണം വന്നില്ലല്ലോ അല്ലേ, രോഗം വന്നിട്ടുണ്ട്, ഭഗവാൻ നീക്കിത്തരും. തൻ്റെ കുഞ്ഞുകിടാവിന് അപ്പ എന്ന് വിളിക്കേണ്ട ദിവസം അത് എത്ര കാലമെന്ന് തനിക്കും അറിയില്ല, തൻ്റെ കുഞ്ഞുകിടാവിനും അറിയില്ല. അത് നീട്ടിക്കൊടുത്തിട്ട് കേട്ടോ, ആയുർഫലം നീട്ടി തന്നാൽ അത്ര വരെ ഇനി എവിടെയും മുട്ടുകുത്താൻ വഴിവരുത്താതെ കേട്ടോ. തൻ്റെ പത്നിയോ ഇരിക്കട്ടെ, പത്നിക്കും ഒരു പതിയായിട്ട്, പുത്രനൊരു പിതാവായിട്ട്, ബന്ധുക്കളൊക്കെ ഒരു എണ്ണം തകഞ്ഞിട്ട് തന്നെ കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കും. അങ്ങ് ദൂരെയല്ല, അങ്ങ് അടുത്ത് വന്നിട്ട് ചൊല്ലി സന്തോഷവതിയായിട്ട് വാഴുവാനും വളർത്തുവാനും വാഴ്ചയ്ക്ക് തക്കവണ്ണമുള്ളതായ ഉത്തരം പറയിക്കുവാനുമുള്ളതായ സംഗതി ചർച്ചയിൽ തന്നു പോരാം. എന്തേ ആര് അടുത്ത് വാ, എന്തേ കാരണമുണ്ടോ പറയാൻ? സന്തോഷം. പശ്ചിമാപുതി പാലാഴിയിൽ പന്നകപ്പെരുമാളായിരിക്കുന്ന മണിമഞ്ചത്തിൽ നയിച്ചിരിക്കുന്ന പാലാഴിവാസനെ ഹൃദയത്തിൽ കൊണ്ടു ചേർക്കണമല്ലേ വൈദങ്ങളെ, അല്ലേ കുഞ്ഞുകിടാങ്ങളെ? എന്ത് വേണം? വിദ്യ തരണം. ആരാണ് അച്ഛനെ കാട്ടിത്തന്നത്? അറിയോ? അമ്മയാണ് അല്ലേ. അമ്മ അച്ഛനെ കാട്ടിത്തന്നു, അച്ഛനോ ഗുരുവിനെ കാട്ടിത്തന്നു അല്ലേ. ഗുരുവോ മൂല മന്ത്രാക്ഷരങ്ങളെ ചൊല്ലിത്തന്നു. അങ്ങനെ മാതാപിതാ മാതുല അഗ്രജ പിതൃപിതാമഹ എന്നിരിക്കുന്ന 21 ഗുരുജനത്തിന് മോക്ഷം നേടിക്കൊടുത്ത എൻ്റെ പ്രഹ്ലാദപുത്രനെ പോലെ കൂടുമ്പോൾ ഇമ്പമുള്ളതായ കുടുംബാദികളായിട്ട് കുടുംബിണികളായിട്ട് വാഴുവാനും എന്നും എൻ്റെ പരദേവത ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതായ ജഗന്നിയന്താവ് അല്ലേ. അച്യുതൻ്റെതായ ഉച്ചിയിൽ അർച്ചിച്ചു പോരുന്നതായ പുഷ്പസമാനമായിട്ട് മനസ്സും അച്യുതൻ തന്നു പോരുന്നതായ ദിവ്യ ഔഷധമായിട്ട് തന്നിരിക്കുന്ന കനകചൂർണവും. ശത്രുഭയമുണ്ടോ? നിധിയെ കാക്കുന്നതായ ഭൂതത്തെ പോലെയാണ് അല്ലേ. സമ്പത്തും സമൃദ്ധിയും കൂടുമ്പോൾ ദുഷ്ടശക്തികളും പിൻഫലത്താൽ കൂടും വന്ന് അല്ലേ. അപ്പോൾ അതിന് പിൻഫല ആരാണ്? തൻ്റെതായ ഗുരു അല്ലേ. ഭൂതാക്കന്മാർ ആരാധിച്ച ദൈവദേവന്മാർ, ആ ദേവന്മാർ ജഗത്രയം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവവ്യാപിയാണെങ്കിലും തൻ്റെ നിഴലായിട്ട് കേട്ടോ, തായി തണലെന്ന പോലെ തൻ്റെ നിഴലായിട്ട് ബന്ധുവായുള്ള പരദേവത എന്നും കുടികൊണ്ട് ഉണ്ടാകും. അത്ര പേരെ ഒരു ദുഷ്ടനെയും താൻ ഭയക്കണ്ട. സർവദുഷ്ടതകളെയും നീക്കിയ നാഥൻ തൻ്റെ കഷ്ടതയെ അകറ്റി ഹൃദയകമലവാസൻ പരിപാലകൻ അല്ലേ. പരമശ്രേഷ്ഠമായിരിക്കുന്ന കവിഹൃദയമാണ്, കവിഹൃത്തടമാണ് അല്ലേ. കയ്യാറന്നിരിക്കുന്നതായ തറവാട് മുറ്റത്തെങ്കിലും തൻ്റെ പിതാവിൻ്റെതായ കരുത്ത് വാനോളം ഉയർന്നിട്ടുണ്ട് അല്ലേ. കൃതമേ ദക്ഷിണേ ഹസ്തേ ജയമേ സർവം അഹിത. ഭഗവാനെ എൻ്റെ കരത്തിൽ കൃതിയുണ്ടാവണം, ഇടകരത്തിങ്കിൽ ജയമുണ്ടാവണം. അതാണ് തൻ്റെ പിതാവ് അല്ലേ ഗുരു തുല്യനായിട്ട് ലോകർക്ക് കാട്ടിക്കൊടുത്തത്.
51 അക്ഷരാളി കര കലിത തനുലതേ വേദമാകുന്ന ശാഖേ കൊമ്പത്തൻപുട പുക്കും കുസുമതീലേന്തുന്ന പൂന്തേൻ കഴമ്പേ സമ്പത്താൽ ഡംബപ്രസമന സുഹൃതോപാദ സൗഭാഗ്യലക്ഷ്മി ചെമ്പത്താൽ കുമ്പിടുന്നൻ കടലിന വലയാതീശ്വരി വിശ്വനാഥേ ഒരു പൂർണ്ണപത്രം എന്നിരിക്കുന്ന അനുഭവത്തോടു കൂടി അല്ലേ അങ്ങനെ തൻ്റെ പിതാവിൻ്റെ ഗുണം താനെന്തിരിക്കുന്ന ബീജോൽപ്പന്നം കൊണ്ട് നടക്കട്ടെ കേട്ടോ. ആ ഭൂതയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, അതിഥിയജ്ഞം എന്ന പഞ്ചമഹായജ്ഞം പിതൃക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ടോ? വേണ്ടെന്നും കൊടുക്കുന്നുണ്ടോ? ആ പിണ്ടാണ്ടമെന്നും ബ്രഹ്മാണ്ടമെന്നുമുണ്ട് കേട്ടോ. ബ്രഹ്മാണ്ടത്തിൽ പിണ്ടാണ്ടമുണ്ട്. പിണ്ടാണ്ടത്തിന് പിണ്ടകർമ്മം നടക്കുന്നുണ്ട്. അവിടെ ആയതുകൊണ്ട് തൻ്റെ പിതാവോളം വലുപ്പമായിരിക്കുന്നതായ ജന്മത്തിന് കാരണമായിരിക്കുന്ന ദേവനുണ്ട്. അതുകൊണ്ട് ആ ദേവൻ്റെതായ നാമസ്മരണ ഇവിടെ നിന്നോ അല്ലെ നുള്ളിപ്പറക്കിയെടുത്ത് വന്നത് അല്ലേ ഇടപോണം. ആ വന്നു ചേർന്നതിന് മഷിപ്പ് വരുത്താണ്ട് തക്കവണ്ണം അല്ലേ മാതൃവാത്സല്യം കൊണ്ട് ധന്യന്മാരായി നിങ്ങളല്ലേ പൈതങ്ങളെ. പിതൃകർമ്മത്താലും നിങ്ങൾ പിതൃവിൻ്റെതായ ശുശ്രൂഷയെങ്കിലും തണലിലും നിങ്ങൾ ധന്യവന്മാരാണ്. നല്ലൊരു കുടുംബത്തിങ്കിൽ കരം പിടിച്ച് ഏൽപ്പിച്ചു നിങ്ങളെ. അവിടെ കുടുംബിണിയായോ താൻ അല്ലേ അല്ലേ പൈതങ്ങളെ? അത് തന്നെയാണല്ലോ ഭാഗ്യം അല്ലേ. ആര് ചെയ്ത സുഹൃതം. ദരിദ്രയെങ്കിലും ദരിദ്രന്മാർ പലരുണ്ടെങ്കിലും ഞങ്ങൾ ദാരിദ്ര്യത്തെങ്കിലേക്ക് വിട്ടു കൊടുത്തിട്ടില്ല ഭഗവാൻ. സൗഭാഗ്യവതികളായിട്ട് ഐശ്വര്യലക്ഷ്മിധായിരിക്കുന്ന പടിഞ്ഞാറ്റക്കളം വസിക്കുന്നതായ ആ പരാശക്തിയുടെ കൃപാകടാക്ഷം കൊണ്ടും എൻ്റെ പരദേവതയുടെ ദിവ്യ അനുഗ്രഹം കൊണ്ടും ധന്യന്മാരായി തീർന്ന പുണ്യജന്മം. അപകീർത്തിക്ക് വഴിവരുത്തരുത് കേട്ടോ. കിട്ടിയ സൗന്ദര്യം ഔചിത്യം മൂലമാണ്. ഔചിത്യം വിവേകം കൊണ്ടാണ്. വിവേകം ജ്ഞാനസ്പന്ദനമാണ്. ജ്ഞാനം വിദ്യാദേവിയാണ്. ആ വിദ്യാദേവി തന്ന ജീവിതം അപകീർത്തിക്ക് വഴിവരുത്താണ് തക്കവണ്ണം എൻ്റെ പൈതങ്ങളും കുടുംബാധികന്മാരും ഏകരാശി സ്ഥിരന്മാരായിട്ട് ഞങ്ങൾ എന്നിരിക്കുന്ന പാതാരബിന്ദ വചനാധികാരം ചെയ്യുമാണ്. ഹലോ ആൾക്കാരോട് പൈതങ്ങളെ സന്തോഷം കേട്ടോ. മാംഗല്യസൂത്രം മറ്റു പോവാതെ വിധവാദുത്വത്തിന് പെരുപിടി വരുത്താൻ ആലിച്ചു കണ്ടെടുക്കാം. എന്തേ പൈതങ്ങളെ ആയുർഫലം തരണം ഭഗവാനെ അല്ലേ, ശരീരഫലം തരണം ഭഗവാനെ. താങ്ങും തണലുമായിട്ട് മനുഷ്യന് 2 കണ്ണുണ്ട് അറിയോ? എന്തോ പറയാനുണ്ട്. ത്യാഗങ്ങളും ചെയ്തിരിക്കുന്ന ശീലം മുട്ടുമടക്കിയിട്ടുണ്ട്. ശത്രുവിന്റെ മുന്നിലല്ല അല്ലേ, മുട്ടുമടക്കിയത് ദേവന്റെ മുന്നിൽ. കരത്തിങ്കിൽ കോദണ്ഡരാമനായിരിക്കുന്നതായ ദണ്ഡപാണി അല്ലെ, ആയുധം പിടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ നേരെ ഘർഷിക്കാൻ അല്ലേ. താനോ ഭക്തിയാകുന്ന ദേവന്റേതായ മുന്നിൽ ഭക്തിയും നിരക്കുന്നതായ ആ കമണ്ഡലത്തിൽ തീർത്തിരിക്കുന്ന തീർത്ഥം കൊണ്ട് മനഃശുദ്ധി വരുത്തിയിട്ട് പ്രാർത്ഥിച്ചതായ ദേവന്റെ മുന്നിൽ ദേവൻ അനുഗ്രഹം തരാതിരിക്കുമോ? ഇതങ്ങൾ ഇരിക്കുമോ? അവിടെ വേണം. സർവവ്യാപിയായിരിക്കുന്ന പരദേവത ആകാശത്തിൽ വിരിയുന്നതായ ആ സൂര്യന്റെ രശ്മി എത്ര കാഠിന്യമാണെങ്കിലും ചന്താമര വിടരണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ വേണം. ആമ്പൽ വിരിയാനോ എന്ത് വേണം? കാൽപ്പണത്തിന് പോലും വിലയില്ലാത്ത ഒരു പീലിത്തണ്ട് എൻ്റെ തിരുമുടിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കുറവായിട്ട് കാണണ്ട, സുബ്രഹ്മണ്യനോടുള്ളതായ കൂറായിട്ട് കണ്ടാൽ മതി അല്ലേ പൈതങ്ങളെ. സുബ്രഹ്മണ്യനോ സർവ വഴിയും ശുദ്ധീകരിച്ചു തരുന്നവൻ. പൂജാശക്തി കൊണ്ട് അംബരീഷൻ, ദാസ്യാശക്തി കൊണ്ട് അർജുനൻ എന്നെ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് എന്ന പോലെ തനിക്ക് ഏതാണോ ഒരു ശക്തി ആ ശക്തി കൊണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ. അപകീർത്തിക്ക് വഴി കൊടുക്കാതെ, അപമൃത്യുവിലേക്ക് വിട്ടുകൊടുക്കാതെ ജീവിതം ഭഗവാൻ ധന്യമാണ്. മുന്നിലേക്കൊന്ന് അല്ലേ വീണ് കളിച്ചിട്ട് ആ പാലാഴിവാസൻ്റെതായ ഗോരോചനക്കുറിയണി എന്ന തിരുനെറ്റിയെങ്കിൽ ഒന്ന് അല്പമായിരിക്കുന്ന ദക്ഷിണ കൊടുക്കണം, പ്രദക്ഷിണം വെക്കണം, ക്ഷീണമകറ്റണം,
അക്ഷീണം പ്രവർത്തിക്കാനുള്ളതായ പുണ്യ ഭാഗ്യവും യോഗവും തരണം എൻ്റെ പരദേവത. അമ്മയുടെ മാതൃവാത്സല്യം കൊണ്ട് ധന്യമായിരിക്കുന്ന പുണ്യജന്മം എന്റെ പരദേവതയുണ്ട്. ഞങ്ങളെ കാത്തു രക്ഷിക്കാൻ കണ്ണന്റെ കമനീയ വിഗ്രഹം അകക്കണ്ണു കൊണ്ടെടുത്തെടുത്ത് കൊണ്ട് സൂക്ഷിച്ചോ കേട്ടോ. മഹിമാ ഗിരിമാ ലഹിമാ ഈശത്വം പ്രാശത്വം പ്രാപ്തി പ്രകാശം എന്നിരിക്കുന്ന അഷ്ട ഐശ്വര്യങ്ങളെ കൊണ്ട് സമ്പത്സരം കഴിക്കുവാനുള്ളതായ അനുഗ്രഹങ്ങൾ പകർന്നു തരണേ പ്രദേവതേ. ഞങ്ങളെന്നിരിക്കുന്ന നാവിൽ നിന്നും പ്രണവമാകുന്ന മന്ത്രോച്ചാരണങ്ങളെ ചെയ്യാൻ ഓങ്കാരപ്പൊരുളായിരിക്കുന്നതായ നാഥനെ സേവിച്ചു പോരുവാനുള്ളതായ കരുത്തും ശക്തിയും തരണം എന്റെ പരദേവനായി എന്ന് പ്രാർത്ഥിച്ചു. ബാലകന്മാരാണ് എന്റെ കുഞ്ഞുകിടാങ്ങളല്ലേ അല്ലേ? മായാമയന്റേതായ ലീലാവിലാസങ്ങള് പലതും പലതുമായിട്ടുണ്ടെങ്കിലും അല്ലേ, തറവാട് പൊന്മുറ്റത്തിൽ വൃഥാവൃഷ്ടി സമുദ്രേഷു വൃഥാ തൃപ്തസ്യ ഭോജനം വൃഥാദാനം സമൃതസ്യ നീജസ്യ സുഹൃതം യഥാ എന്ന് അനേകം ജലമുള്ള മഹാസമുദ്രം എന്നിരിക്കുന്ന തന്റെ ജീവിതത്തിൽ ഭഗവാൻ എന്നിരിക്കുന്നു. അല്പബിന്ദു അതിന് സുഗന്ധവും ഔഷധ വീര്യവുമുണ്ട്. അല്ല എങ്കിൽ ഒരു പൂവളത്തിലെയാവട്ടെ തൻ്റെതായ പൂവളത്തിൽ കയ്പ് രസമാണെങ്കിലും ഔഷധത്തിന് കുറവില്ലല്ലോ അല്ലെ, ഔഷധ വീര്യം കൂടും. അങ്ങനെ എന്റെ ഉറവ് മറ്റാത്ത പുണ്യമണ്ണ് എന്റെ ഓരംകുളത്തെ ശാസ്താവ് ആ പുണ്യമണ്ണിനകത്ത് കീർത്തി നടത്തു പോരുവാനുള്ളതായ പുണ്യകീർത്തി തന്റെ പിതാവിൻ്റെതായ ബീജഗുണം കൊണ്ട് തന്നിലൂടെ സാധിക്കട്ടെ കേട്ടോ. അതിന് അനുഗ്രഹം പകർന്നു പറയണം. കനകചൂർണം എന്തിനും മതിവരും ഇത് അല്ലെ, എന്തിനും മതി വരാം. മനുഷ്യന്മാർക്ക് രണ്ട് തരത്തിലുള്ള വിഷങ്ങളുണ്ട് അല്ലെ കഴകത്തിലാള. ഒന്ന് കരനഖം, അത് വിഷപൂരിതമാണ്. പിന്നൊന്നോ തന്റെ വായിനകത്തുള്ളതായ ദംഷ്ട്രം പല്ല് അല്ലെ, അതും വിഷമാണ്. ഇത് രണ്ടും വിഷപൂരിതമാണ്. എന്നാലും തന്റെ വിഷപൂരിതമല്ലാത്ത മനസ്സുകൊണ്ട് നുള്ളിയാൽ ആ പൂവ് പാടില്ല അല്ലെ. അങ്ങനെ വാടാമലരായിട്ട് നിൽക്കണം. ഭഗവാൻ കൈയെടുക്കട്ടെ തറവാട്ടിനകത്ത്. അങ്ങനെ അങ്ങാടിക്കോളിക്കാലോളെന്നിരിക്കുന്നതായ അനുഭവത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നന്ദാധിപത്തിന്റെ തട്ട് കായാണ്ടിയുടെ തക്കവണ്ണം തന്റെ ഒത്തുകണ്ട് പരിപാലിച്ചേക്കണേ എന്റെ നവീനപ്പ. ഇന്ന് വരെ നുള്ളിക്കൊടുത്തിരിക്കുന്ന അടയാളത്തിനും ചൊല്ലിയിരിക്കുന്ന ഒഴുക്കും ലിംഗരപ്പഴ വരുത്താണ് തക്കവണ്ണം നാട്ടിലെ നരിഭയവും ചോരഭയവും വിഷഭയവും അഗ്നിഭയവും ഒക്കതിനാലും മാരി അകറ്റിയിട്ട് ശ്രീമന്താരായണൻ ഇതാ എന്റെ നാരമ്പാടി ഉത്തടപോണെന്നിരിക്കുന്ന ആ തറവാട്ടകത്ത് കൈയെടുത്തിട്ട് എന്റെ കുഞ്ഞുകിടാങ്ങളുടേതായ സങ്കടങ്ങളെ തീർക്കാൻ സന്തോഷപൂരിതമായിരിക്കണം ജീവിതം, സായുജ്യമണിയണം എന്നിരിക്കുന്ന അനുഭവത്തിൽ കൈയെടുത്തിട്ടുണ്ട്. അങ്ങനെ കുടുംബാധികന്മാരെ, പൈതങ്ങളെ 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 ക്ഷേമം തന്നെയാണോ ആഗ്രഹിച്ചത്? ആഗ്രഹോപാഗ്രഹങ്ങളെ ഒക്കതിനാലും നേർവഴിയായിട്ട് കാട്ടിത്തന്നോ പരദേവത? തൊണ്ടക്കും മുലയുള്ള ഇല്ലാത്തതായ പെണ്ണുമ്പിള്ള എന്ന പോലെ നിങ്ങളും ഒരു സ്ത്രീ ജന്മത്തിന്റെ കഥാപാത്രമല്ലല്ലോ. സ്ത്രീ ജന്മമല്ലേ പൈതങ്ങളെ? പൂതനയും ഒരു സ്ത്രീ തന്നെയല്ലേ അല്ലേ? നിങ്ങളെപ്പോലെ പൂതനയും സ്ത്രീ തന്നെയാണ്. വ്യത്യാസമുണ്ടായിരുന്നു. ശബരിയും സ്ത്രീ തന്നെയായിരുന്നു. വ്യത്യാസമുണ്ടായിരുന്നു അല്ലെ? സ്ത്രീ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് അല്ലെ? പവിത്രമായിരിക്കുന്ന ജന്മം ധരണിയോളം താഴ്മയുള്ളതായ യാ പൈതങ്ങള്
അല്ലെ അങ്ങനെയുള്ളതായ ധരണിയോളം താഴ്മയുള്ളതായ ധരിത്രിയായിട്ട് ജഗദംബയായിട്ട് ജഗജ്ജനനിയായിട്ട് ജഗദീശ്വരിയായിട്ട് നിൽക്കുന്നതായ പടിഞ്ഞാറ്റ് ചാമുണ്ടി എന്ന അമ്മയുടെ കരുത്തുള്ളവരായിട്ട് എന്നാ പാണാളും വർദ്ധനയോട് നിന്ന് നിൽക്കുന്നതായ കാലത്തിങ്കൽ അന്ന് ആ പൂതന എന്നത് ഭഗവാന്റേതായ ലീലാവിലാസം കണ്ടിട്ട് ആ ഭഗവാൻ ഒന്ന് മാറോട് ചേർന്ന് എന്റെ സ്തന്നപാനീയം നടത്തിയാൽ എന്ന് രത്നമാലയാണ് അവള് മുന്നത്തെ ജന്മം കേട്ടോ. ബലിപുത്രി രത്നമാല അവളെ മോഹമായിരുന്നു. കണ്ണന്റെ കമനീയ വിഗ്രഹം കണ്ടിട്ട് ഒന്ന് എന്റെ മാറിൽ ചേർന്ന് ആ കണ്ണൻ എന്റെ അല്ലെ മോലയെ കടിച്ചു കുടിച്ചിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. പിന്നൊരു ജന്മം അവളെ പൂതനയാക്കി മാറ്റി ഞാൻ. അവളെ കടിച്ചു കുടിച്ചില്ല, ഞാൻ ഒടുക്ക മോക്ഷത്തെ കൊടുത്തു. അങ്ങനെ ആയിട്ടല്ല, ശബരി എന്നിരിക്കുന്ന ഭക്ത ജന്മനാ കാടത്തി അക്ഷരാഭ്യസ്തന്മാരുടെ സഹവാസമില്ല, അക്ഷരാഭ്യാസം തീണ്ടാത്തവള് ആ കാടത്തിയെ കടിച്ച പഴന്തൊലി പോലും കടിച്ചു തിന്നില്ല. പാഞ്ചാലിയുടെ അല്ലെ ക്ഷീരയും എന്ന ഭഗവാന്റെ അനുഭവം പോലെ കൊണ്ടുപിടിച്ച ക്ഷീരം കൊണ്ട കടിച്ചിറക്കട്ടെ ഞാൻ. ഏതു പര്യന്തം വരെ അനന്ത വിശാലമായിരിക്കുന്ന ഭാരത ഭൂഖണ്ഡത്തിങ്കിൽ മനുഷ്യജന്മത്തിങ്കിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ജന്മം അല്ലെ, അങ്ങനെയുള്ളതായ ആ ജന്മം സഫലമായത് ഇപ്പോഴാണ് അല്ലെ. തറവാടും നിലകളും തറവാട് മുറ്റത്ത് ദേവന്മാരും അല്ലെ, അനുഗ്രഹീതമായിരിക്കുന്ന ശിരസും ആരുടെ മുന്നിലും കുനിയാണ്ട് തക്കവണ്ണം ഭഗവാനിത ഗോക്കളെ മേയ്ക്കുന്ന ഗോപാലകനായിരിക്കുന്ന ഭഗവാനാണെങ്കിലും ആ ഗോവർദ്ധന ഉദ്ധാരണം ചെയ്തിരിക്കുന്ന യദുകുലനാഥൻ ഞങ്ങൾ എന്നിരിക്കുന്ന ഭവനമുറ്റത്ത് കൈയെടുത്തിട്ട് ഐ മൊലയുള്ളതായ പഞ്ചഗോദാവരി കമലദേവിൻ്റെതായ അകിട്ടൊന്ന് കടിച്ച് കുടിച്ചിട്ട് കലി കന്മഷങ്ങൾ തീർക്കണം അല്ലെ. അതുകൊണ്ട് പൈതങ്ങളെ അനുഭവിക്കാറോ അല്ലെ. പാലാഴി മദനകാലത്തെങ്കിൽ ഭിന്നിച്ചു തരുന്ന തിരുമാലയുടെ ഉദ്ഗതയിൽ നിന്നും മഞ്ഞപ്പട്ടും വെള്ളച്ചേലയും അഗ്രീക കനക കുംഭ പീയൂഷത്തോടുകൂടി ഒരു കരത്തിൽ ദണ്ഡകമണ്ഡലവും ഒരു കരത്തിൽ അമൃതകുംഭവും പ്രത്യക്ഷീകരിച്ചു വന്നിരിക്കുന്ന ഭഗവാൻ പല കഥകൾ പറയുന്നുണ്ടെങ്കിലും വാസുകി എന്നിരക്കുന്നതായ വിഷപ്പാമ്പ് ആലാഹലം എന്ന വിഷം ചീന്തിയപ്പോൾ കണ്ടു നിന്നവനാണ് ഞാൻ അല്ലെ. കടിച്ചറക്കാൻ എനിക്ക് സാധിച്ചില്ല. അന്ന് നീലകണ്ഠനായിരിക്കുന്ന നാരമ്പാടി അല്ലെ ത്രിനേത്രധാരിയായിരിക്കുന്ന ശംഭുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളതായ ശംഭുവിന്റെ കടാക്ഷമുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലെ. എങ്കിൽ എന്റെ ഭവനത്തിനകത്ത് വന്നിരിക്കുന്നതായ സർവമാരാമാരികളൊക്കതിനാലും ഞാൻ എന്നിരിക്കുന്ന കണ്ഠനാളത്തിൽ കടിച്ചിറക്കിയിട്ട് അമൃതവർഷത്തെ ഉണ്ടാക്കിയിട്ട് കേട്ടോ എപ്പോഴും ആയുസോടും ആരോഗ്യത്തോടും ആയുർബലത്തോടും കൂടി വാടാനുള്ള മഹാഭാഗ്യം എന്റെ പരദേവത തരും എന്ന് കരുതുമാറാവട്ടെ കേട്ടോ. ശേഷം അനുഭവിക്കാം. ഇത് അമൃതായിട്ട് ഏവരും അനുഭവിച്ചു. ജലം കൊണ്ട വെള്ളം ഭഗവാൻ ചൊല്ലിക്കടിച്ചു ധന്വന്തിരി മൂർത്തിയാണ് കേട്ടോ പൈതങ്ങളെ. സർവരോഗ നിവാരകനായിരിക്കുന്നതായ രോഗത്തെയും അല്ലെ നീക്കിപ്പോരുവാൻ സമർത്ഥനായിരിക്കുന്ന ദേവൻ തന്നിരിക്കുന്ന ആ കനകചൂർണം എന്തൊരു മഹാവ്യാധി വന്നു മുമ്പിട്ടുണ്ടെങ്കിലും കലിയുഗം മുൻപേതുമായിട്ട് ചഞ്ചല ബുദ്ധിയും ദുർബല മനസ്സും ഉണ്ട് കേട്ടോ പലർക്കും. ആ ദുർബല മനസ്സിൽ പിന്തുടരാണ് തക്കവണ്ണം ലക്ഷ്യപ്രാപ്തി നേടാനായിട്ട് ഭഗവാനെ സേവിച്ചോളൂ നിങ്ങളാവണം. കേവലം കുരുത്തോല നിർമ്മിതമായിരിക്കുന്ന രൂപമല്ല കേട്ടോ ഞാൻ ചൊല്ലിക്കഴിച്ചിട്ടുണ്ട് നേരത്തെ. ഞാൻ വെറും രൂപം മാത്രമാണോ പൈതങ്ങളെ? ഞാൻ അല്ല. 9 കല്ലാടിമാരും പണിക്കറും ഒത്തുചേർന്നിട്ട് ഉണ്ടാക്കിയ രൂപകൽപ്പന ഭാവമല്ല ഇത്. ആ ഭാവത്തിനെയാണോ നിങ്ങൾ പ്രതിഷ്ഠ ചെയ്തതല്ലോ? ആയുധാദികളെ കൊണ്ട് അല്ലെ. ആയുധത്തിന് അഗ്നിയുടെ സ്വഭാവം എന്ന് ചൊല്ലിയല്ലോ ഞാൻ. അപ്പോഴങ്ങനെയുള്ളതായ അഗ്നി സ്വഭാവമുള്ള ദേവന്മാരെയാണ് കോപിച്ചാൽ കോപം അല്ലെ വന്നു പോകും. ആ കോപത്തിന് വഴി കൊടുക്കാതെ
ഭക്തിയാവണ്ണം പ്രാർത്ഥിച്ചോ കേട്ടോ. ഏവരെയും ഞാൻ നല്ലവണ്ണം പരിപാലിച്ച് കണ്ടെടുത്ത് പോരാം. ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം. ഇനി എവിടെയാണോ എപ്പോഴാണോ എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോഴാവട്ടെ. ഓർത്തു എന്റെ ഇടവോണന്മാരെ വിളിക്കറൂടാ. സത്സംഗമില്ല, അവരെ വിളിച്ചു വൈദ്യങ്ങളല്ല എന്റെ ഇടവോണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്തന്മാരുടെ മുന്നിലല്ലേ അല്ലേ? ബ്രഹ്മദേവൻ വിളിച്ചാലും ശിവദേവൻ വിളിച്ചാലും കേട്ടില്ല എന്ന് നടക്കുന്നതായ ദേവന് ഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾ വിളിച്ചാൽ കേട്ടില്ല എന്ന് നടക്കാൻ സാധിക്കില്ലല്ലോ. തൂണിലും തുരുമ്പിലും നിറഞ്ഞിരിക്കുന്നതായ സർവചരാചര ദേശികൻ വൈകുണ്ഠനാഥൻ ഗന്ധേ നിങ്ങൾ എന്നിരിക്കുന്ന സംഘചർച്ച അതിൽ ചെറിയതായ വാക്ക് തർക്കങ്ങളില്ലേ? ഓർത്തു പൈതങ്ങൾ വാങ്ങിക്കോട്ട് കുറച്ചടുത്ത് വാക്ക് തർക്കങ്ങളില്ലേ? ഇടപണോ കാനല്ലേ ചൊല്ലി കടിച്ചത് നേരത്തെ കേൾക്കട്ടെ. എന്താ പൈതങ്ങളെ ആര് ചൊല്ലിയത്? ഇപ്പൊ നിങ്ങൾ തന്ന ക്ഷീരം എങ്ങനെയുണ്ട് നോക്കിയോ? നിങ്ങൾ തന്ന ക്ഷീരം എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയോ? രുചിച്ചുവോ? ഞാൻ രുചിച്ചു. അത് മോശമല്ലേ? നോക്കിയെന്ന് എടുത്തിട്ട് അല്ലേ? നിങ്ങളെ കുഞ്ഞുകിടാവിന് നിങ്ങൾ പൊട്ടായത് കൊടുക്കോ? പഴക്കം വന്നില്ലേ? അതിന് കാലപഴക്കം വന്നില്ലേ? കാലപഴക്കം വന്നാൽ മോശമാവുന്നെന്ന് തോന്നില്ലേ നിങ്ങൾക്ക്? തോന്നുമല്ലോ അല്ലേ? തോന്നണ്ടേ? കാലം വൈകിയാൽ അത് മോശമാവുമെന്ന് പറയാൻ സാധിക്കില്ലേ നിങ്ങൾക്ക്? അപ്പോഴത് മനസ്സുകൊണ്ടല്ലേ നിങ്ങൾ ആദ്യം അറിയേണ്ടത്? രുചിക്കുന്നത് രുചിച്ചിട്ടാണോ അല്ല മനസ്സുകൊണ്ടോ? രുചിച്ച് പൈതങ്ങളെ ലവണം ചേർക്കുന്നതിന് മുമ്പിൽ രുചി ഉണ്ടോന്ന് നോക്കില്ലല്ലോ അല്ലെ? ഇല്ലല്ലോ. ലവണം ചേർത്തതിന് ശേഷമല്ലേ നിങ്ങൾ രുചി അതിന് രുചി ഉണ്ടോ നോക്കില്ല. ആവട്ടെ, അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ, അതുകൊണ്ടാണ് വിളിച്ചത്. ഈ സ്ഥലം മുൻഭേദമായിട്ട് എന്റെ അങ്ങാടി കോളിക്കാലോടെ നിൽക്കുന്ന അനുഭവത്തെങ്കിലും ഇല്ലേ ചൊല്ലിക്കഴിച്ചു അടവണം നേരത്തെ. ശേഷം എന്റെ സംഘം എന്നിരിക്കുന്ന കുഞ്ഞുകിടാങ്ങളുടെ മുന്നിലും തമ്മിലുള്ളതായ വേദങ്ങള് തർക്കങ്ങള് എന്തേ ഉണ്ടോ? പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്റെ പൈതങ്ങൾക്ക് മനക്ലേശം വന്നിട്ടുണ്ടോ? ഉണ്ടോ പൈതങ്ങളെ? നേരെ ചൊല്ലണം എന്റെ മുന്നിൽ. ചേരേണ്ടവരെല്ലാം ഒത്തുചേർന്നാൽ അത് ഞാനെന്നോ അവളെന്നോ ഉണ്ടോ? ഇല്ലല്ലോ. ചേരേണ്ടവര് ചേർന്നാലുണ്ടോ? അങ്ങനെ ഇല്ല. മനസ്സ് ചേരാതിരിക്കുമ്പോലല്ലേ അവളോ ഞാനോ അല്ലേ തോന്നല്? എന്താ പൈതങ്ങളെ? ചേരേണ്ടവരെല്ലാം ചേർന്നാല് മാത്രമല്ലേ, ചേരേണ്ട മനസ്സെല്ലാം ചേർന്നാലല്ലേ അത് നേരെ ഉണ്ടാവും. ചേരേണ്ടത് ചേരാതിടത്തോളം കാലം അത് ഞാനോ അവളോ അല്ല അവരോ എന്നുള്ള സംശയം വരെ നിങ്ങൾക്ക് വന്നില്ലേ? എന്റെ അങ്ങാടിക്കോളിക്കാലോടെ നിൽക്കുന്ന അനുഭവത്തിങ്കിൽ അത്ഭുതം അല്ലേ? എങ്ങനെ ചൊല്ലിയത്? അതിന്റെ വേണ്ട കോയി പൈതലും അന്നവും എന്താ ഇടപെടണം? എങ്ങനെ പറ? തർക്ക വിഷയങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇരിക്കട്ടെ, അത് മനസ്സിനകത്ത് ക്ലേശം വേണ്ട. ആവട്ടെ, അത് പൊട്ടായെങ്കിലും ദേവന്മാരെ പൊട്ടാവില്ലല്ലോ. ഇല്ലല്ലോ. അതുകൊണ്ട് പൊട്ടായതിനെ ഞങ്ങൾ അനുഭവിക്കാനല്ലേ വന്നിന്. ഞാൻ നിങ്ങളെ വീട്ടിലെ കന്മഷങ്ങൾ കടിച്ചിറക്കാനല്ലേ ഞങ്ങൾ വന്നത് അല്ലേ? അപ്പോഴത് പൊട്ടു എന്നുണ്ടോ? വിഷത്തെ കടിച്ചിറക്കാൻ ഞങ്ങൾ വന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇല്ലല്ലോ. ആയതുകൊണ്ടാണ് ചൊല്ലുന്നത്, നിങ്ങൾ തമ്മിൽ കൊത്തും കലഹങ്ങളും കുടിക്ഷുദ്ര മാട്ടം മാരണാദി ആഭിചാര കർമ്മം ചെയ്യാൻ നിങ്ങൾ പാഴ്ജന്മമാണോ? അല്ലല്ലോ. നല്ല ജന്മമല്ലേ? അപ്പോൾ വാക്ക് തർക്കങ്ങൾ നിങ്ങൾക്ക് വേണ്ട. ഏവരെയും ചേർത്ത് വെച്ചിട്ട് കർമ്മം ചെയ്തോ. ആര് ചെയ്താലും ഭക്തിയുടെ പ്രഭാവം കൊണ്ടാവണം കേട്ടോ. കരുത്തിന്റെ ഭ്രമം കൊണ്ടല്ല, തന്റെ ഫലം കൊണ്ടല്ല ഒന്നും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ട നിങ്ങൾക്ക് കേട്ടോ. കുടുംബാദികള് കുടുംബിണികളായിട്ട് നേരം വേണം എന്റെ കർമ്മം ചെയ്യണം. ശേഷം എന്റെ ഇടവാണോനോ നിങ്ങളോ സംഘങ്ങള് എങ്ങനെയുണ്ട്? ഇടവാണോ കൊടുത്തു പൂർണ്ണമായോ? ഇത് തികഞ്ഞോ സംഘം?
അധികാരമോഹമുണ്ടോ ഇപ്പോഴും ഇടവണോന്? എനിക്ക് അധികാരമോഹില്ല. എന്റെ ഇടവണന്മാർക്കുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളെ കർമ്മം ചെയ്യാനായിട്ട് അധികാരം വേണോ ഇടവണം? ആർക്കും ഞങ്ങളെ കർമ്മം ചെയ്യാൻ ആർക്കും അധികാരം വേണോ? വേണ്ടല്ലോ. ശേഷമുണ്ടോ? ശേഷം എന്റെ ഇടവണം നേരത്തെ ഞാൻ ചൊല്ലി വാർദ്ധക്യത്തോട് പറയുന്നതെല്ലാം ഈ സംഘം ചർച്ചയോട് ആർക്കെങ്കിലും കൂറുപേശലുണ്ടോ? ഇപ്പോഴില്ല സംഘത്തിന് ആർക്കെങ്കിലും കൂറുപേശലുണ്ടോ? രഥം ചലിക്കുന്ന സാരഥിയാണ് അവര്. നാരമ്പാടി കുത്തടവോണൻ എന്നിരിക്കുന്ന മഹാരഥമുണ്ടല്ലോ, അത് തെളിക്കുന്ന തേരാളികളാണ് അവര്. അത് ചൊല്ലിക്കടിക്കുക, അതിന്റെ വിധി പോലെ അത് ചൊല്ലി താൻ എന്താണ് അത് പലവരും യൂറായിട്ട് എനിക്ക് പറയുന്നില്ല, ഞാനായിട്ട് ചോദിച്ചിട്ടില്ല. അതിനാണ് ഞാൻ ചൊല്ലിയത്. അത് പൂർണ്ണമാവണമെങ്കിൽ തന്റെ പത്നിയോ തന്റെ പുത്രനോ വേണം. ഇല്ലല്ലോ ഇടാ. പിന്നെ എങ്ങനെയാണ് അത് പൂർണ്ണമാവുക? സാക്ഷിയില്ലാത്ത ഏതെങ്കിലും ഒരു അല്ലെ വിധാതാവിന് വിധിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും കാര്യക്രമം നടത്തുമ്പോ അല്ല പിന്നൊന്ന് പൈസ ചെലവിടുമ്പോ യജമാനത്തിന് കഴിവോ എനിക്കൊരു ഫോൺ ആക്കുന്ന ബന്ധുട്ട് പറയുന്നത് വേണ്ട, ഒരു ഫോൺ ആക്കുന്ന സെക്രട്ടറി പറയുന്നത്. പിന്നെ നല്ല കാര്യക്രമം എന്നോട് പറഞ്ഞിട്ട് 10 ആളെ എതിർ ഇയാള് നമ്മളിത് അങ്ങനെ ആക്കുമ്പോ ഞമ്മക്ക് മനസ്സിലൊക്കെ കുറച്ച് നമ്മളാണ് നമ്മൾ ഇയാളോട് ഇന്ന് പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞമ്മക്കും ആ നിധിക്ക് കാവലായതിനെ ഞങ്ങളെ സർപ്പമാക്കി തീർക്കേണ്ട നിങ്ങൾ. അത്രേ ഞാൻ പറയുന്നു. കലഹങ്ങളുമല്ല, വാക്ക് തർക്കങ്ങളല്ല, ചെറുതായിരിക്കുന്ന പോരായ്മ. ഇന്ന് നമ്മളെ അവരെന്നിരിക്കുന്ന സമ്പത്തിനെ സംരക്ഷിക്കുന്നതായ സർപ്പമാണ് നമ്മൾ അല്ലെ. നിധി കാക്കുന്ന ഭൂതമെന്ന പോലെ കോപം വന്നാലോ സർപ്പം വിഷമാവില്ലേ? വിഷം പൊത്തിയാലോ വിഷത്തിയാലും മരണം സംഭവിക്കും. നിങ്ങളുടെ മനസ്സൊന്ന് ചേർക്കും. കേട്ടോ പൈതങ്ങളെ തലപ്പാവല്ലേ ഇത്. ആയതുകൊണ്ട് ആ വീർനാൾ വെന്നിരിക്കുന്ന സാന്നിധ്യത്തിൽ ഒട്ടും കുറവ് വരുത്താണ്ട് സർവ്വദിനം ന്യായീകരിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ ഒരു പഠിപ്പിരിയുണ്ട് അല്ലെ. അതിന് എന്റെ വീർനാൾ വെന്നിരിക്കുന്നതായ അനുഭവത്തിൽ വിടാം. ശേഷം കണ്ടിരിക്കുന്ന മഹാഭാഗ്യം കേട്ടോ. എന്റെ ഇടവണന്മാരും അകമ്പടിമാരും ഉത്പാദികന്മാരും മഹത്തരമായിരിക്കുന്നതായ യാഗമാണ് ചെയ്തത്. യാഗത്തിന്റെ ഒടുവിൽ കിട്ടിയ അവിസ് അത് ഒന്നും നിങ്ങൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. ആ അവിസ് വിഭൂതിയായിട്ട് കണ്ടിരുന്നാലും നിങ്ങളെന്നിരിക്കുന്ന ആയുസിന് കുറവ് വരുത്താണ്ട് മുകൾ കൂട്ടിയിട്ട് അതിൽ നിന്നും അഭിഭ്രമിച്ചിരിക്കുന്നതായ ദേവന്മാരായിട്ട് എന്നും പകർന്നു കൈയെടുക്കാലോ അല്ലെ. ഓ അല്ല వేలు ఎదుపున మళ్ళెత్తు అత సునీతాత కనపడం అప్పేన సంసారానికి అంట ఏకరాశిత్ర దైవాదరణమ అత ఏకరాశి ఆ కవికాపించిన పంజాబి శరత కొరియ కడే మధ్య నడపడం నడుపున్నగలే ఉంజాడి ఆ ఉంజుట్టు మంజాడి శరదోర్పునెత్త അങ്ങനെ ആക്കമായിട്ട് കൊടുത്തില്ലേ? ശരദോർപ്പുനെത്ത ആക്കമായിട്ട് കൊടുത്തില്ലേ? ഇനി അന്തർദാനം ചെയ്യണം അല്ലെ. അങ്ങാടിക്കോളിക്കാരോളം എന്നിരിക്കുന്ന അനുഭവത്തിലും ഞാൻ എന്നിരിക്കുന്നതായ അനുഭവത്തിലും ഉണ്ടല്ലോ അല്ലെ. ആക്കമായിട്ട് തളിയിലപ്പൻ എന്നിരിക്കുന്ന ശ്രീപാദം കൊടുപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ വിദ്യാമണ്ണം ഇങ്ങനെ അങ്ങാടിക്കോളിക്കാരോട് വേണം എന്നത് കരുതി അതിൻ്റെ കർമ്മം പൂർത്തിയാണ്. തീർത്ഥം മാത്രം എന്ന് കരുതുക കേട്ടോ. ജലസ്നാനം ഇത്ര മതിയോ? സ്നാനം ചെയ്യണമെങ്കിൽ ജലം അനേകം വേണ്ടേ?
തീർത്ഥത്തിന് അനേകം ഒരു കുടം തീർത്ഥം വേണം, ഉള്ളം കയ്യിൽ പോരെ മതിയല്ലോ. ഭഗവത് തീർത്ഥമാണിത് കേട്ടോ. ഒന്നുകൊണ്ട് 100 ആക്കാനും 100 കൊണ്ട് 100 100,000 ആക്കാനും ഇടിച്ചാ തീരാത്ത സാക്ഷിയായിട്ട് നാരമ്പാടി കുത്തിടവണോന്മാരെ, നാരമ്പാടി കുത്തിടവണോൻ, നാരമ്പാടി കുത്തിടവണോന്മാരെ, കുർബാധികന്മാരെ, പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഒരു കൂവളത്തിലയായി തീരണം എന്ന പോലെ ഒന്ന് പൂർണ്ണമായിട്ട് ജ്വലിക്കട്ടെ. സന്ധ്യാനേരം വന്ദിക്കണം എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഇരുളുമല്ല പകലുമല്ല ആകാശവുമല്ല ഭൂമിയുമല്ലാത്ത ഢോള യന്ത്രത്തിൽ പിടിച്ചു അടിച്ചു പിടിച്ചു കെട്ടി തൃപ്പടിമൽ വെച്ചു ശ്രീനഖം കൊണ്ട് കുത്തിക്കീറി കുടലെടുത്ത മാല ചൂടിയ നരസിംഹമൂർത്തിയാണല്ലോ സായാഹ്ന വേളത്തെങ്കിലും ഒന്ന് അന്തർദാനം ചെയ്യുന്നത്. കണ്ട ഭാഗ്യമാണിത് അല്ലെ. കാലം വൈകിയിട്ടുണ്ടെങ്കിലും പൂർണ്ണ ചൈതന്യത്തെ പൂർണ്ണ സമയത്ത് കണ്ടില്ലേ അല്ല ഇടപോണാൻ. നിങ്ങൾ എന്നിരിക്കുന്നതായ കുലബന്ധു എന്നിരിക്കുന്നതായ ദേവനുണ്ട് വീർനാളുവൻ, ശേഷം എൻ്റെ അല്ലേ പഞ്ചുരുളിയും അങ്ങനെയുള്ളതായ ശക്തികളും. എങ്കിലും കാലം വഹിക്കുന്നില്ല. ശേഷം ഓർത്തു സംഘം എന്നിരിക്കുന്ന അനുഭവത്തിൽ അല്പപേര് എൻ്റെ മുന്നിൽ വന്നേ പെടുങ്ങനെ കാലം തീർക്കാം. എൻ്റെ ഇടപോണാൻ അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, താൻ അവിടെ നിൽക്ക്. എനിക്ക് തുല്യനാണ് താൻ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഇടപാണോന് തുല്യനാണ് ഇപ്പൊ ഞാൻ. ഓർത്തു തൻ്റെ പൈതങ്ങളോ പുത്രന്മാരുണ്ടോ ഇടാ ഇല്ലല്ലോ. ശേഷം ഓർത്തു സംഘമില്ലേ, ഇടപാണോ ഇങ്ങോട്ട് വാ, എന്റെ നാമം ചൊല്ലി വിളിക്കണം. നാരമ്പാടി കുത്തോടെ വാ, എന്റെ മുമ്പിൽ വാ. താൻ എവിടെ ശ്രദ്ധിക്കുന്ന ഇടപെടണം, ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഒന്നും അർത്ഥമാവുന്നില്ല ഇടപെടണം. വിളിച്ചാലും അറിയുന്നില്ലേ അല്ലേ. ഒരു വർഷവും കഴിഞ്ഞ് 12 വർഷമായാല് അത് ഒന്ന് സ്ഥായിയായി എന്നൊരു അർത്ഥമുണ്ടല്ലോ അല്ലെ.
അല്ലേ ഇടവോണൻ ഉണ്ട്. അങ്ങനെ 12 വർഷത്തോളം എൻ്റെ ഇടവോണൻ ആധിപത്യം വഹിച്ചിട്ട് കലാരൂപമായിരിക്കുന്ന കലവാസനയിലൂടെ അടിഞ്ഞ എൻ്റെ ശക്തി ചൈതന്യത്തെ എല്ലാം കൊണ്ട് അതിൻ്റെതായ ആരാധനപാത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം അല്ലേ? ആട്ടവും പാട്ടവുമായിട്ട് കളിച്ചിരിക്കുന്നതായ മഹാ ചൈതന്യത്തിൻ്റെതായ ഒരു അർത്ഥം ഉണ്ടായിരുന്നു ഇവിടെ 11 വർഷം ഉണ്ടായിട്ട്. എന്തെന്നത് ഇടവണം എന്തെന്നുണ്ടായിനി അല്ലേ? ഉണ്ടായിരുന്നു അല്ലെ? യക്ഷഗാനം എന്നിരിക്കുന്ന മഹാചൈതന്യം തന്നെയാണത്. ദേവീ പാരായണത്തെ പോലെ, ദേവന്മാരുടെ ഉപാസനയെ പോലെ ഉപാസനാമൂർത്തികളും ഉപാസനമാരുടേതായ ഉപാസനയും അത് വെറും ഒരു കളിയല്ല അല്ലേ, കാര്യമുള്ള കളിയാണത്. ആയതുകൊണ്ട് ഇപ്പോഴോ ധനനഷ്ടം വന്നു സംഭവിച്ചില്ലേ? എനിക്കതിന് സംഭവിച്ചില്ലേ? സംഭവിച്ചു. നിർത്താമെന്നൊരു തോന്നലില്ലേ മനസ്സിൽ? അല്ലേ ഇടപെടവൻ? ഭഗവാനെ കൊണ്ട് നടന്നാൽ നിർത്താൻ തോന്നുമോ? അപ്പോൾ എങ്ങനെ അത് നിർത്തിയെടുക്കുക ആവട്ടെ എന്റേതായ ഉയർച്ച. ഇനിയെങ്കിൽ എന്നെ കണ്ടിട്ട് എന്നോടൊപ്പം ഇരിക്കട്ടെ കേട്ടോ. എന്നെ കാണുന്നതോടൊപ്പം എൻ്റെതായ കലയുടെ മഹത്വവും വളരട്ടെ. എങ്ങനെ എന്നെ കാണാൻ സാധിക്കും? അടുത്ത വർഷം മുൻപേതുമായിട്ട് ഇടവണന്മാരെ ഒരു സംഘം കൊടുത്തു. അടിപ്പോയോ? വാ പൊടിങ്ങനെ ചൊല്ലി വാ. അടുത്ത വർഷം മുൻപേതുമായിട്ട് എന്റേതായ വൈകുണ്ഠം എന്നിരിക്കുന്ന അനുഭവത്തെങ്കിൽ ആരോടും ഒന്നിനും കേണപേക്ഷിക്കണ്ട. നിങ്ങൾക്ക് സ്ഥാനം ഉറച്ചു നിന്നിട്ട് എന്റെ കർമ്മം ചെയ്യാൻ ഈ പന്ഥാവിൽ ഇവിടെ ഭഗവാന്റേതായ ഒരു കളിയാട്ടം കാണാൻ അടുത്ത വർഷം സാധിക്കും ഇടവണന്മാരെ. എന്തേ സാധിക്കണം? ഇരിക്കട്ടെ. എന്തേ ധനികന്മാരല്ല എങ്കിലും ദരിദ്രരല്ലല്ലോ നിങ്ങൾ. പൈതങ്ങളെ ഒരിക്കലും വേണം. എന്താണ് വേണം? അതിനനേകം പ്ലാവറകൊന്നും വേണ്ട. 5 കൊള്ളി പ്ലാവറകിന്റെ കനിവ് മതി എനിക്ക്. 5 കരിക്കും മതി അല്ലേ? മുല്ലമല്ലിക കൈത കനകനാരി ചെക്കി ചേമന്തിക പിച്ചകം കരിങ്കൂവളം കുരുമുടി കുരിക്കുത്തി മുല്ലമന്ദാരം മാതളപ്പൂ വിഷ്ണു തുളസി തസ്യ നാഗവാഗ പുന്നാഗ ചാമ്പയ അതിഥി വിധിഥി ജലഗന്ധി ജയവന്തി ചന്ദീവര ചന്ദന സ്പന്ദന തെച്ചി നെച്ചി പിച്ച പച്ച പ്രസൂന വർഷങ്ങളെ കൊണ്ട് അല്ലെ? യശോദ എന്നിരിക്കുന്ന അമ്മയുടെ മുന്നിൽ കണ്ണനായിരിക്കുന്നതായ ഭഗവാൻ ചെറുവായിയായിട്ട് അല്ലെ ഒന്ന് തുറന്നു കാട്ടിയിട്ടുണ്ട്. രക്ഷോഗുണം പക്ഷികൾ തരുക്ഷജാലം വൃക്ഷങ്ങളും പക്ഷികൾ കുക്ഷിജാലം നക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തലക്ഷണം കാട്ടിക്കൊടുത്തു അല്ലെ? കാടും മഹാസൈകുളങ്ങളേഴും ആടും നദി പാളി സമുദ്രമേഴും ആടും പണിഷേണി മനുഷ്യജാലം അല്ലെ? അങ്ങനെ പല മൃഗങ്ങളെയും എൻ്റെ ചെറുവായിൽ കാട്ടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലുതായിരിക്കുന്ന വഴി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹരി ഗോവിന്ദ.